നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫെയർസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് 19th ഓഗസ്റ്റ് വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ ആയിരുന്നു. വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു മേഖലയുടെ പൊട്ടൻഷ്യൽ അക്നോളജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിനെക്കുറിച്ചുള്ള അവയർനെസ് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇഫേർട്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. 2024 തീം എന്ന് പറയുന്നത് എൻ എൻറ്റയർ ഡേ എന്ന് പറയുന്നതായിരുന്നു. നെക്സ്റ്റ് 19th ഓഗസ്റ്റ് വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡേയും കൂടെ ആയിരുന്നു. അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയാണ് 2008. ഇത് ആദ്യം സെലിബ്രേറ്റ് ചെയ്തത് 2009 ഇപ്പോൾ 2024 ഒരു ക്യാമ്പയിൻ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആക്ട് ഫോർ ഹ്യൂമാനിറ്റി എന്നുള്ളൊരു ഹാഷ്ടാഗോട് കൂടിയിട്ടാണ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 19th ഓഗസ്റ്റ് സാൻസ്ക്രിറ്റ് ദിവസം കൂടെ ആയിരുന്നു. ഇപ്പോൾ 1969 ആദ്യമായിട്ട് വേൾഡ് സാൻസ്ക്രിറ്റ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേൾഡ് സാൻസ്ക്രിറ്റ് ഡേ അല്ലെങ്കിൽ വിശ്വ സാൻസ്ക്രിറ്റ് ദിവസ് എന്ന് പറയുന്നത് ഫുൾ മൂൺ ഡേ ലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ശ്രാവണ മന്ത്, എല്ലാ വർഷവും മലയാള മാസം ശ്രാവണം മന്തിൽ സാൻസ്ക്രിറ്റ് ദിവസ് ഒരു ഫുൾ മൂൺ ഡേയിലാണ് സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും പാണിനിക്ക് ഒരു ബർത്ത് ആനിവേഴ്സറി ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. അദ്ദേഹം ഒരു ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആയിട്ടുള്ള ഒരു സാൻസ്ക്രിറ്റ് സ്കോളറും ഗ്രാമേറിയനും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കകത്ത് 22 ഒഫീഷ്യൽ ലാംഗ്വേജസിലെ ഒരു ലാംഗ്വേജ് ആണ്. ഇന്ത്യയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം 8th ഷെഡ്യൂൾ ഉൾപ്പെട്ടിരിക്കുന്ന 22 ഒഫീഷ്യൽ ലാംഗ്വേജസിൽ ഒരു ലാംഗ്വേജ് ആണ് സാൻസ്ക്രിറ്റ്. ഇത് 6 ക്ലാസിക് ലാംഗ്വേജസ് ഇന്ത്യയിലുണ്ട്. അതിൽ ഒന്നും ഈ സാൻസ്ക്രിറ്റ് ആണ്. അതുകൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ ഇതെല്ലാം ക്ലാസിക്കൽ ലാംഗ്വേജസ് ആണ്. അതുപോലെ ഈ ഒരു ഡേ, അതായത് ഈ പറയുന്ന സാൻസ്ക്രിറ്റ് ദിവസത്തിൻ്റെ കൂടെ തന്നെ രക്ഷാബന്ധൻ, നാരലി പൂർണിമ, ഹയാഗ്രിവ ജയന്തി, ഗായത്രി ജയന്തി, ശ്രാവണി ഉപകർമ്മ എന്ന് പറഞ്ഞ് ഡിഫറെൻറ്റ് ആയിട്ടുള്ള സെലിബ്രേഷൻസും ഈ ഒരു സെയിം ഡേയിൽ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സുമിത് അൻഡിൽ ആൻഡ് ഭാഗ്യശ്രീ ജാദവ് to be India's flag bearers for opening ceremony of Paris Para Olympics 2024. അപ്പോൾ ഇപ്രാവശ്യം പാരാ ഒളിമ്പിക്സിൻ്റെ മാസ്കോട്ട് എന്ന് പറയുന്നത് പാരാ ഒളിമ്പിക് ഫിർജിയാണ്. ഒരു സ്മോൾ റെഡ് ഫിഗർ ആണ്. ട്രഡീഷണൽ ഫിർജിയൻ ക്യാപ്പിനെ ഇൻസ്പയർ ചെയ്ത രീതിയിലാണ് ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്രഞ്ച് റിപ്പബ്ലിക്കിൻ്റെ ഒരു സിമ്പിളാണത്. മോട്ടോ എന്ന് പറയുന്നത് ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഫോർമർ സൗത്ത് ആഫ്രിക്കൻ പേസർ മോണി മോർക്കൽ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ഇന്ത്യസ് ന്യൂ ബൗളിംഗ് കോച്ച്. അപ്പോൾ ഇന്ത്യയുടെ പുതിയ ബൗളിംഗ് കോച്ച് എന്ന് പറയുന്നത് മുൻ സൗത്ത് ആഫ്രിക്കൻ പേസർ ആയിട്ടുള്ള മോണി മോർക്കലാണ്. അദ്ദേഹം 2027 വരെയാണ്, അതായത് സൗത്ത് ആഫ്രിക്കയുമായിട്ട് ഒരു ODI വേൾഡ് കപ്പ് ഉണ്ടായ സമയത്ത് അതിൻ്റെ എൻഡ് വരെയാണ് അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, പി ഹരീഷ് നെയ്മഡ് ഇന്ത്യാസ് റെപ്രസെൻറ്റേറ്റീവ് ടു UN ഇൻ ന്യൂയോർക്ക്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അപ്പോയിന്റഡ് Parvadini P. Harish as the India's next permanent representative to the United Nations in New York. അപ്പോൾ ഇന്ത്യയുടെ UN റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് പി ഹരീഷിനെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രസന്റ്ലി അദ്ദേഹം ജർമ്മനിയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡർ ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു പൊസിഷൻ, ഒരു പെർമനന്റ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് ജൂണിൽ റുചിര കമ്പോച്ച് എന്ന് പറയുന്ന ഒരു ലേഡി ആയിരുന്നു അവിടെ UN പെർമനന്റ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. അവർ റിട്ടയർ ആയതിൻ്റെ ഫലമായിട്ട് അവിടെ വേക്കൻ്റ് ആയിരുന്നു ആ സീറ്റ്. അപ്പോൾ ആ ഒരു സീറ്റിലേക്കാണ് പി ഹരീഷിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഫാദർ ഓഫ് അഗ്നി മിസൈൽസ് ഡോക്ടർ റാം നാരായൺ അഗർവാൾ പാസസ് എവേ. റിനൗണ്ട് DRDO മിസൈൽ സയന്റിസ്റ്റ് ആണ് റാം നാരായൺ അഗർവാൾ എന്ന് പറയുന്നത്. അദ്ദേഹം ഫാദർ ഓഫ് അഗ്നി മിസൈൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഹൈദരാബാദിൽ വെച്ച് മരിച്ചിരിക്കുകയാണ്. അപ്പോൾ അഗ്നി മിസൈൽസിന്റെ ഫസ്റ്റ് പ്രോഗ്രാം ഡയറക്ടർ ഇദ്ദേഹമായിരുന്നു. അഗ്നി മാൻ എന്നും കൂടി അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ അഗർവാൾ എന്ന് പറയുന്ന ഇന്ത്യയുടെ അഗ്നി മിസൈൽ പ്രോഗ്രാമിനെ 1983 മുതൽ അദ്ദേഹം 2005 റിട്ടയർ ആവുന്നത് വരെ അഗ്നി മിസൈൽസിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രോഗ്രാംസ് നോക്കിയിരുന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹം അഗ്നി മിസൈൽസിൻ്റെ വേരിയസ് മിഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിലും ഹെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് 2004 പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തിരുന്നു. അദ്ദേഹം എയ്റോസ്പേസിലും അഗ്നി മിസൈലിലും കൊടുത്ത കോൺട്രിബ്യൂഷനെ കൺസിഡർ ചെയ്തിട്ടായിരുന്നു ആ ഒരു അവാർഡ് അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹത്തിന് DRDO ടെക്നോളജി ലീഡർഷിപ്പ് അവാർഡും അതുപോലെ ചന്ദ്രശേഖര സരസ്വതി നാഷണൽ എമിനൻസ് അവാർഡും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തുകൊണ്ട് രാജ്യം 1990 അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 2000 അദ്ദേഹത്തിന് പത്മഭൂഷണും നൽകിയിരുന്നു.
നെക്സ്റ്റ്, ഇന്ത്യ ഹോസ്റ്റഡ് ദ തേർഡ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സബ്മിറ്റ് വിർച്വലി. ഇപ്പൊ ഇന്ത്യ മൂന്നാമത്തെ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സബ്മിറ്റ് 17 ഓഗസ്റ്റിൽ വിർച്വലി ഇനോഗ്രേറ്റ് ചെയ്തു. ഇതിന്റെ തീം എന്ന് പറയുന്നത് എംപവേർഡ് ഗ്ലോബൽ സൗത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഒരു കോംപ്ലക്സ് ചലഞ്ചസിനെ, അതായത് വേൾഡിൽ എഫക്ട് ചെയ്തിരിക്കുന്ന കോംപ്ലക്സ് ചലഞ്ചസിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെ നടന്നു. അതായത് ഫുഡ്, എനർജി സെക്യൂരിറ്റി ക്രൈസിസ്, കോൺഫ്ലിക്ട്സ്, ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ കുറിച്ച് അവിടെ ഡിസ്കഷൻസ് നടന്നിരുന്നു. അപ്പോൾ തേർഡ് സബ്മിറ്റ് എന്ന് പറയുന്നത് വിർച്വൽ ഫോർമാറ്റിലാണ് നടന്നത്. മിനിസ്റ്ററിയൽ സെഷൻസും ലീഡർ സെഷൻസും ഒക്കെ അതിനകത്ത് സ്ട്രക്ചർ ചെയ്തിരുന്നു. 123 കൺട്രീസാണ് ഈ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സബ്മിറ്റിൽ പങ്കെടുത്തത്. ചൈനയും പാകിസ്ഥാനും വാസ് നോട്ട് ഇൻവൈറ്റഡ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ആയിരുന്നു ലീഡേഴ്സ് സെക്ഷന്റെ ചെയർ ആയിട്ട് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ്, യൂണിയൻ ഗവൺമെന്റ് ടു ഫോം കമ്മിറ്റി ഫോർ എൻഷുറിംഗ് സേഫ്റ്റി ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. അപ്പോൾ നമുക്കറിയാം, വളരെ റീസെന്റ് ആയിട്ട് ഇവിടെ ഒരു ഒരു മർഡർ നടക്കുകയുണ്ടായിരുന്നു. ഒരു PG പഠിക്കുന്ന ഒരു ഡോക്ടർ വിദ്യാർത്ഥിനിയുടെ ഒരു മർഡർ, ഒരു റേപ്പ് മർഡർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടി യൂണിയൻ ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് ഈ വേരിയസ് ഹെൽത്ത് കെയർ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ കൺസേൺസ് ഒക്കെ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് ഫെഡറേഷൻ ഓഫ് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷനെയും അതുപോലെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഒക്കെ അവരുടെയൊക്കെ തീരുമാനങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ഓൾസോ ഇൻവൈറ്റഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ടു പ്രസന്റ് ദെയർ സജഷൻസ് ടു ദ കമ്മിറ്റി ഓൺ ദ മാറ്റർ. അപ്പോൾ ഈ ഒരു മാറ്ററിൽ കമ്മിറ്റിക്ക് അകത്ത് സജഷൻസ് പറയാൻ സ്റ്റേറ്റ് ഗവൺമെന്റ്സിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിനെ FIR, അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു വെർബൽ അബ്യൂസോ ഫിസിക്കൽ വയലൻസോ ഒക്കെ ഹെൽത്ത് കെയർ സ്റ്റാഫിന് ഉണ്ടാകുകയാണെങ്കിൽ വിത്തിൻ 6 hours തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിനും സെൻട്രൽ ഗവൺമെന്റ് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷാൾ ബി റെസ്പോൺസിബിൾ ഫോർ ഫയലിംഗ് ആൻ FIR വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്. ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ FIR ഫയൽ ചെയ്യുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി ആ ഒരു ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കുമെന്നും അവർ പറയുന്നുണ്ട്. നെക്സ്റ്റ്, കിരൺ റിജിജു ലോഞ്ചസ് പോർട്ടൽ ഫോർ ജിയോ പാർസി സ്കീം. അപ്പോൾ പോർട്ടൽ എന്ന് പറയുന്നത് പാർസി കപ്പിൾസിന് ഈ സ്കീമിന്റെ അണ്ടറിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ജിയോ പാർസി സ്കീം എന്ന് പറഞ്ഞാൽ 2013-14 കാലത്താണ് ലോഞ്ച് ചെയ്തൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ് ടു അറസ്റ്റ് ദ പോപ്പുലേഷൻ ഡിക്ലൈൻ ഓഫ് പാർസി കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ. അപ്പോൾ പാർസി കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ ഡിക്ലൈൻ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നത്. അപ്പോൾ ഈ സ്കീമിന് 3 കമ്പോണൻസ് ആണുള്ളത്: മെഡിക്കൽ അസിസ്റ്റൻസ്, അഡ്വക്കസി ആൻഡ് ഹെൽത്ത് ഓഫ് കമ്മ്യൂണിറ്റി. അപ്പോൾ അണ്ടർ മെഡിക്കൽ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും പാർസി കപ്പിൾസിന് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി. പിന്നെ അണ്ടർ ഹെൽത്ത് ഓഫ് കമ്മ്യൂണിറ്റി കമ്പോണന്റ് എന്ന് പറയുമ്പോൾ പാർസി കപ്പിൾസിന് ചൈൽഡ് കെയറിനും അതുപോലെ എൽഡർലി പീപ്പിൾസിന്റെ അസിസ്റ്റൻസിനും വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ അഡ്വക്കസി കമ്പോണന്റ് പറയുമ്പോൾ ഔട്ട്റീച്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും. അതായത് അവയർനെസ്, പാർസി പോപ്പുലേഷനെ എമംഗസ്റ്റ് ആയിട്ടുള്ള അവയർനെസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസും കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ്, നിപുൺ മുനിറ്റിയൻ. ഇപ്പോൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO ആണ് ട്രാൻസ്ഫേർഡ് ദ അതോറിറ്റി ഹോൾഡിംഗ് സീൽഡ് പാർട്ടിക്കുലേറ്റ്സ് AHSP എന്ന് പറയുന്നത് നിപുൺ മുനിറ്റിയൻ of the Nibun Munitian to the Directorate General of Quality Assurance at the Armaments Research and Development established in Pajan, Pune. But DRDO AHSP-നെ നിപുൺ മുനിറ്റിയനിലെ AHSP-നെ ഡയറക്ടർ ജനറൽ ഓഫ് ക്വാളിറ്റി അഷുറൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത് പൂനെയിലെ പാഷാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ARDE, അതായത് ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്ഡിലാണ് ഉള്ളത്. നിപുൺ എന്ന് പറയുന്നത് ഒരു ആന്റി പേഴ്സണൽ മൈൻ ഡിസൈൻ ആൻഡ് ഡെവലപ്പ് ചെയ്തത് ഈ പറയുന്ന ARDE ആണ്, പൂനെയിൽ വെച്ചിട്ട്, ഇന്ത്യയിൽ തന്നെയാണ്. കൊളാബറേറ്റ് ചെയ്ത് ഇതുമായി പ്രവർത്തിച്ചത് ഹൈ എനർജി മെറ്റീരിയൽ റിസർച്ച് ലബോറട്ടറി ആണ്. അപ്പോൾ ഈ മൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് അഗെയിൻസ്റ്റ് എനിമി ഇൻഫൻട്രി ആൻഡ് ഇൻഫിൽട്രേഴ്സ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇത് ഹ്യൂമൻസിനെതിരെ ഇറ്റ് ഈസ് മീൻ ടു ബി യൂസ്ഡ് അഗെയിൻസ്റ്റ് ഹ്യൂമൻസ്. അപ്പം നിപുൺ എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ പൊട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരു ആൻറ്റി പേഴ്സണൽ മൈൻസ് ആണ്. ഇത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്, സേഫാണ്, ട്രാൻസ്പോർട്ട് ചെയ്യാനും ലേ ചെയ്യാനൊക്കെ സേഫാണ്. 2 ഇന്ത്യൻ പ്രൈവറ്റ് ഇൻഡസ്ട്രീസ്, അതായത് എക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് ഇൻ നാഗ്പൂർ ആൻഡ് പ്രീമിയർ എക്സ്പ്ലോസീവ് ലിമിറ്റഡ് ഇൻ സിക്കന്ദരാബാദ്, ഇവരാണ് കറന്റ്ലി ഇതിന്റെ ബൾക്ക് പ്രൊഡക്ഷനിൽ എൻഗേജ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ആർമിയാണ് ഓർഡർ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഓരോ 20 മിനിറ്റ്സ് ഓൾറെഡി ഇന്ത്യൻ ആർമിക്ക് ഡെലിവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ചിനാർ ബുക്ക് ഫെസ്റ്റിവൽ കിക്സ് ഓഫ് ഇൻ ശ്രീനഗർ ടു പ്രൊമോട്ട് റീഡിംഗ് എമംഗ് യൂത്ത്. അപ്പോൾ ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ബുക്ക് റീഡിങ്ങിൻ്റെ ഒരു ഹാബിറ്റ് യൂത്തിൽ കൊണ്ടുവരിക.
ഒരു വീക്ക് ലോങ് ആയിട്ടുള്ള ഒരു നാഷണൽ ഇവന്റ് ആയിട്ടാണ് ഇത് നടത്തുന്നത്. ഇതിന് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് ചിനാർ ബുക്ക് ഫെസ്റ്റിവൽ എന്നാണ്. ഇത് SKICC എന്ന് പറയുന്ന ശ്രീനഗറിലെ ഷെറി കാശ്മീർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത്. അപ്പൊ ഈ ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യുന്നത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആണ്. ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് കാശ്മീരിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. നെക്സ്റ്റ്, ന്യൂ ഓർക്കിഡ് സ്പീഷീസ് ഡിസ്കവേർഡ് ഇൻ അസാം. ഒരു പുതിയ ഓർക്കിഡ് സ്പീഷീസ്, അതിന്റെ പേര് ഗാസ്ട്രോഡിയ ഇൻഡിക്ക എന്നാണ്. അത് അസാമിലാണ് കണ്ടുപിടിച്ചത്. ഇത് ഫാംപോഗ്ലോ വൈൽഡ് ലൈഫ് സാങ്ച്വറി സിക്കിം ആ ഒരു ഭാഗത്തു നിന്നാണ് കിട്ടിയത് ബൈ ബൊട്ടാണിസ്റ്റ് മധുസൂദൻ ഖാനൽ. അപ്പൊ ഈ ഓർക്കിഡ് എന്ന് പറയുന്നത് നോട്ടബിൾ ആണ്, കാരണം ഇറ്റ് ഡസ് നോട്ട് ഓപ്പൺ ഇറ്റ്സ് ഫ്ലവേഴ്സ്. അതിന്റെ ഫ്ലവേഴ്സ് അത് ഓപ്പൺ ചെയ്യുന്നില്ല. ഇത് ഓർക്കിഡ്സിൽ കാണുന്ന ഒരു റയർ ട്രൈറ്റ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആദ്യത്തെ ഒരെണ്ണം കണ്ടുപിടിച്ചത്, അതായത് ക്ലീസ്റ്റോഗ്യാമസ് ഓർക്കിഡിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടൈപ്പ് കണ്ടുപിടിക്കുന്നത്. ക്ലീസ്റ്റോഗ്യാമസ് ഓർക്കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷെ ഓപ്പൺ ചെയ്യില്ല. അത്തരത്തിലുള്ള ഓർക്കിഡ്സിനെയാണ് ക്ലീസ്റ്റോഗ്യാമസ് ഓർക്കിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാറ്റഗറിയിലുള്ളതാണ് ഈ പുതുതായിട്ട് കണ്ടുപിടിച്ച ഓർക്കിഡ്. അപ്പൊ ഇത് സെൽഫ് പോളിനേഷൻ വഴി അല്ലെങ്കിൽ ഓട്ടോഗമി വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, യൂണിയൻ മിനിസ്റ്റർ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അവാർഡ് ഡിസ്റ്റിംഗ്വിഷ്ഡ് മെന്റർ ബൈ ACP. അപ്പോൾ അമേരിക്കൻ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് ആണ് ACP എന്ന് പറയുന്നത്. അവരുടെ 9th ആനുവൽ കോൺഫറൻസിലാണ് ലക്നൌവിൽ വെച്ച് നടന്നു. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ യൂണിയൻ മിനിസ്റ്ററിന് ഈ ഡിസ്റ്റിംഗ്വിഷ്ഡ് മെന്റർ എന്നുള്ളൊരു അവാർഡ് പ്രൊവൈഡ് ചെയ്തത്. നെക്സ്റ്റ്, സുഡാൻ ഡിക്ലൈസ് കോളറ ഔട്ട്ബ്രേക്ക്, WHO റിപ്പോർട്ട് 316 ഡെത്ത്. ഇപ്പോൾ കോളറ എന്ന് പറയുന്നത് ഒരു അക്യൂട്ട് ഡയറിയൽ ഇൻഫെക്ഷൻ ആണ്. ഫുഡിലൂടെയും വാട്ടറിലൂടെയൊക്കെയാണ്, കണ്ടാമിനേറ്റ് ചെയ്ത ബാക്ടീരിയയുടെ പ്രസൻസ് ഉള്ള ഫുഡിലൂടെയും വാട്ടറിലൂടെയൊക്കെയാണ് ഇത് പകരുന്നത്. ആ ഒരു ബാക്ടീരിയത്തിന്റെ പേര് വിബ്രിയോ കോളറ എന്നാണ്. കോളറ എന്ന് പറയുന്നത് സിവിയർ ഡയറിയയും ഡീഹൈഡ്രേഷനും ഒക്കെ ശരീരത്തിൽ ഉണ്ടാക്കും. അപ്പോൾ ഈ ഡിസീസ് മെയിൻ ആയിട്ട് പുവർ സാനിറ്റേഷൻ ഉള്ള ക്രൗഡിംഗ് ഉള്ള വാർ ഓഫ് എമൈൻ ഒക്കെ ഉള്ള ഏരിയാസിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. കോളറ ഔട്ട്ബ്രേക്സ് വാം ക്ലൈമറ്റ്സിലാണ് മോർ കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് അൺട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഡെത്തിലേക്ക് വരെ കാരണമാകും. ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കറന്റ് WHO ഒരു പ്രീ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഓറൽ കോളറ വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡുക്കോറൽ, ഷാൻകോൾ, വിച്ചോൾ പ്ലസ് എന്നൊക്കെ പറയുന്ന കുറെ മെഡിസിൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. റീഹൈഡ്രേഷൻ തെറാപ്പിയാണ് മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഡീഹൈഡ്രേഷൻ. അപ്പൊ അതിനെ റീഹൈഡ്രേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഒരു ട്രീറ്റ്മെന്റ്. ആന്റിബയോട്ടിക്സ് കഴിക്കാം. അതുപോലെ ചിൽഡ്രൻസിനൊക്കെ ആണെങ്കിൽ സിങ്ക് സപ്ലിമെന്റേഷനും കൊടുക്കാറുണ്ട്. നെക്സ്റ്റ്, US നേവി ഡിപ്ലോയ്സ് ലോങ് റേഞ്ച് മിസൈൽസ് ടു കൗണ്ടർ ചൈന. അപ്പോൾ US നേവി AIM-174B എന്ന് പറയുന്ന എക്സ്ട്രീംലി ലോങ് റേഞ്ച് ആയിട്ടുള്ള എയർ ടു എയർ മിസൈൽ ഇൻഡോ പസഫിക് ഏരിയയിൽ ചൈനയുടെ ഏരിയൽ ഡോമിനൻസിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഫൻസ് മിസൈൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നൗ ദ ലോങ്സ്റ്റ് റേഞ്ച് മിസൈൽ എവർ ഫീൽഡഡ് ബൈ ദ US. അപ്പോൾ US ഫീൽഡ് ചെയ്തിരിക്കുന്നതിൽ വളരെയധികം ലോങ്സ്റ്റ് റേഞ്ച് ഉള്ള മിസൈലാണ് ഇത്. അപ്പം ഇതിന് സ്ട്രൈക്കിംഗ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം 400 കിലോമീറ്റർ വരെയാണ്, അതായത് 250 മൈൽസ് എവേ വരെ ഇതിന് സ്ട്രൈക്കിംഗ് ടാർഗറ്റ് കാപ്പബിൾ ആണ്. ഇതിന് ചൈനയുടെ PL-15 മിസൈലിനെ തന്നെ സർപ്പാസ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ഇറ്റ് പ്രൊവൈഡിങ് US ജെറ്റ് എ ക്രിട്ടിക്കൽ എഡ്ജ് ഇൻ ഏരിയൽ എൻഗേജ്മെന്റ്. അപ്പോൾ ഏരിയൽ എൻഗേജ്മെന്റിൽ USന് ഒരു പ്രത്യേക പൊസിഷൻ ഇതുവഴി കിട്ടും എന്ന് തന്നെ നമുക്ക് പറയാം. നെക്സ്റ്റ്, 20th ഓഗസ്റ്റ് ഇന്ത്യൻ അക്ഷയ് ഊർജ ഡേ ആണ്. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് 20th ഓഗസ്റ്റ് ലൈറ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ ബർത്ത്ഡേ ആണ്. അന്നാണ് നാഷണൽ റിന്യൂവബിൾ എനർജി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ അക്ഷയ് ഊർജ ഡേ എന്ന് പറയുന്നത് 2004 ഒബ്സർവ് ചെയ്തത്. ഈ പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതായത് റിന്യൂവബിൾ എനർജിയുടെ യൂസസിനെ കുറിച്ചും ബെനഫിറ്റ്സിനെ കുറിച്ചും മാസ്സായിട്ടൊരു അവയർനെസ്സും പോപ്പുലറൈസേഷനും കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പർപ്പസ്. നെക്സ്റ്റ്, 20th ഓഗസ്റ്റ് സദ്ഭാവന ദിവസം കൂടെയാണ്. അപ്പോൾ 1992 രാജീവ് ഗാന്ധിയുടെ ഡെത്തിന് ഒരു വർഷത്തിന് ശേഷം കോൺഗ്രസ് രാജീവ് ഗാന്ധി സദ്ഭാവന ദിവസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ രാജീവ് ഗാന്ധി 20th ഓഗസ്റ്റ് 1944 ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത് 1984 മുതൽ 1989 വരെയാണ്. അപ്പോൾ 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ലോഞ്ച് ചെയ്യുന്നത്. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റീഫോം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. 1986 ഹി എസ്റ്റാബ്ലിഷ് ദി ജവഹർ നവോദയ വിദ്യാലയ സിസ്റ്റം. ഓക്കെ, അതൊരു സെൻട്രൽ ഗവൺമെന്റ് സ്കൂളായിരുന്നു. അതായത് റൂറൽ സെഗ്മെന്റ് ഓഫ് സൊസൈറ്റിക്ക്
6 to 12th ഗ്രേഡ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള സ്കൂളിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ജവഹർ നവോദയ വിദ്യാലയ സിസ്റ്റം അദ്ദേഹം കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ഇഫേർട്സിൽ നിന്നാണ് MTNL എന്ന് പറയുന്നത് 1986 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ പബ്ലിക് കോൾ ഓഫീസസ് വരുന്നത്, റൂറൽ ഏരിയസിൽ ടെലിഫോൺസ് ഒക്കെ വരുന്നത് അദ്ദേഹത്തിന്റെ ഒരു എഫേർട്സിന്റെ ഫലമായിട്ടായിരുന്നു. ആൻഡ് ഹി വാസ് അസാസിനേറ്റഡ് ബൈ എ സൂയിസൈഡ് ബോംബർ ഓഫ് LTTE വൈൽ ക്യാമ്പയിനിങ് ഫോർ ദ ഇലക്ഷൻ ഇൻ 1991. അപ്പം അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, രാജീവ് ഗാന്ധിയുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. നെക്സ്റ്റ് 20th ഓഗസ്റ്റ് വേൾഡ് മൊസ്കിറ്റോ ഡേ ആണ്. അപ്പോൾ ഓഗസ്റ്റ് 1897 ബ്രിട്ടീഷ് ഡോക്ടറായിട്ടുള്ള സർ റൊണാൾഡ് റോസ് മലേറിയ പാരസൈറ്റിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അത് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോയുടെ സ്റ്റൊമക്കിൽ നിന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് മൊസ്കിറ്റോ ആണ് മലേറിയ ഹ്യൂമൻസിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളൊരു ഫസ്റ്റ് എവിഡൻസ് കൊടുത്തത് സർ റൊണാൾഡ് റോസ് ആയിരുന്നു. അപ്പോൾ ഇതിനെ കൊമമറേറ്റ്, ഈ ഒരു ഹിസ്റ്ററിനെ കൊമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേൾഡ് മൊസ്കിറ്റോ ഡേ ഫൗണ്ട് ചെയ്തത്. നെക്സ്റ്റ്, ഫോർമർ പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മ ബർത്ത് ആനിവേഴ്സറി. അപ്പോൾ ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ എന്ന് പറയുന്നത് 9th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് സെർവ് ചെയ്ത ആളാണ്. 1992 ജൂലൈ 25 മുതൽ 1997 ജൂലൈ 25 വരെയായിരുന്നു അദ്ദേഹം ഓഫീസ് ഹോൾഡ് ചെയ്തിരുന്നത്. അദ്ദേഹം 1918 ഭോപ്പാലിൽ മധ്യപ്രദേശിലാണ് ജനിച്ചത്. അദ്ദേഹം മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടും സെർവ് ചെയ്തിട്ടുണ്ട് 1974 മുതൽ 1977 വരെ. 1984 ഡോക്ടർ ശർമ്മയെ 8th വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടു. അദ്ദേഹം 2 ടേംസ് ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് 1992 വരെ. ഇപ്പൊ ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ എന്ന് പറയുന്നത് ഡിസംബർ 26, 1999 മരിച്ചത്. നെക്സ്റ്റ്, മഹാരാജ ബിക്രം കിഷോർ മാണിക്യ ബഹദൂർ ബർത്ത് ആനിവേഴ്സറി. മഹാരാജ കൊളോണൽ ബർ ബിക്രം കിഷോർ മാണിക്യ ധബ്റാം ബഹദൂർ 1908 മുതൽ 1947 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. മാണിക്യ ഡൈനാസ്റ്റിയിലെ ഒരു മഹാരാജയായിരുന്നു. വൈഡ്ലി അദ്ദേഹത്തിന് ത്രിപുരാസ് പൈനിയർ കിങ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ത്രിപുര സ്റ്റേറ്റിലെ കിങ് ആയിരുന്നു 1947 വരെ. ലാൻഡ് റീഫോംസിന്റെ പൈനിയർ ആയിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 1939 ലോക്കൽ ത്രിപുര ട്രൈബൽസിന്റെ ഹി റിസർവ്ഡ് ലാൻഡ് ഫോർ ദി ലോക്കൽ ത്രിപുര ട്രൈബൽസിന് വേണ്ടി അദ്ദേഹം ലാൻഡ് റിസർവ് ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ ഡൈസ്. 25th ഡയറക്ടർ ജനറൽ ഓഫ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആയിട്ടുള്ള രാകേഷ് പാൽ അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് മൂലം ചെന്നൈയിൽ വെച്ചിട്ട് 59ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചു. ICG എന്ന് പറയുന്നത് ഫോർമലി എസ്റ്റാബ്ലിഷ് ചെയ്ത് 1978 കോസ്റ്റ് ഗാർഡ് ആക്ട് 1978 പ്രകാരം. ഇതൊരു ഇൻഡിപെൻഡന്റ് ആംഡ് ഫോഴ്സ് ഓഫ് ഇന്ത്യ ആണ്. ഇതിപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസിയുടെ അണ്ടറിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. നെക്സ്റ്റ്, ഫോർമർ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ സുന്ദരരാജൻ പത്മനാഭൻ പാസ്ഡ് അവേ. ഇപ്പം ജനറൽ പത്മനാഭൻ ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് സെർവ് ചെയ്ത ഒരാളാണ്. അദ്ദേഹം മരിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ്, മഹാരാഷ്ട്ര ലോഞ്ചസ് ഫസ്റ്റ് സോളാർ വില്ലേജ് വിത്ത് മന്യചിവാടി. ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ ഓഫ് മഹാരാഷ്ട്ര ഏക്നാഥ് സിന്ധ്യയാണ് ഈ ഒരു സോളാർ വില്ലേജ് എന്ന് പറയുന്ന ഒന്ന് ഇനോഗ്രേറ്റ് ചെയ്തത്. മന്യചിവാടി വില്ലേജ് എന്ന് പറയുന്നത് പട്ടാൺ താലൂക്കിലെ സഥാര ഡിസ്ട്രിക്റ്റിലുള്ള ഒന്നാണ്. ഫസ്റ്റ് സോളാർ വില്ലേജ് ആണ് മഹാരാഷ്ട്രയിലെ. അപ്പോൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ഫെബ്രുവരി 15, 2024 ലോഞ്ച് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സോളാർ വില്ലേജ് വരുന്നത്. നെക്സ്റ്റ്, ജാർഖണ്ഡ് CM ഹേമന്ത് സോറൻ ലോഞ്ചസ് മുഖ്യമന്ത്രി മയ സമ്മാൻ യോജന ബിഫോർ രക്ഷാബന്ധൻ. അപ്പൊ ജാർഖണ്ഡ് ചീഫ് മിനിസ്റ്റർ ആണ് ഇങ്ങനെ ഒരു പദ്ധതി ലോഞ്ച് ചെയ്തത് എ ഡേ ബിഫോർ രക്ഷാബന്ധൻ. അപ്പോൾ ഈ ഒരു സ്കീം എന്ന് പറയുന്നത് സ്റ്റേറ്റിലെ പക്കൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്കീം ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. 21-നും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് 1000 rupees ഓരോ മന്തും കൊടുക്കുന്ന ഒരു സ്കീമാണിത്. ഇപ്പോൾ 12,000 rupees ആനുവലി ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു സ്കീമാണ്. നെക്സ്റ്റ്, IAS ഓഫീസർ രാജേഷ് കുമാർ അപ്പോയിന്റഡ് നെക്സ്റ്റ് ഡിഫൻസ് സെക്രട്ടറി. അപ്പോൾ സെക്രട്ടറി മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ദീപ്തി ഗോർ മുഖർജിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സെക്രട്ടറീസിനെ പഠിക്കുവാണ്, ചോദിക്കാറുണ്ട്. സെക്രട്ടറി മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് എന്ന് പറയുന്നത് കാർത്തിക് കിഥാല ശ്രീനിവാസ്. സെക്രട്ടറി മിനിസ്റ്റർ ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ചന്ദ്രശേഖർ കുമാർ. സെക്രട്ടറി ടു ദ പ്രസിഡന്റ് ദീപ്തി ഉമാശങ്കർ ആഫ്റ്റർ രാജേഷ് വർമാസ് superannuation on August 31. Next, Vapor Responsible Tourism Project in Kerala backs ICRP Gold Award. അപ്പോൾ കോംപ്രിഹെൻസീവ് റെസ്പോൺസിബിൾ ടൂറിസം അതാണ്
ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത്. ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കേരള ടൂറിസമാണ്, ബേപ്പൂരിലാണ്. അതിന് ഗോൾഡ് അവാർഡ് കിട്ടിയിരിക്കുകയാണ് ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം ഇന്ത്യ ചാപ്റ്റർ ഫോർ 2024. അപ്പോൾ ഈ അവാർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എംപ്ലോയിങ് ആൻഡ് അപ്സ്കില്ലിംഗ് ലോക്കൽ കമ്മ്യൂണിറ്റി കാറ്റഗറി ഹാസ് ബിൻ ഗിവൺ. അതായത് ലോക്കൽ കമ്മ്യൂണിറ്റിയെ എംപ്ലോയ് ചെയ്യുന്നതിൽ അപ്സ്കിൽ ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയിലാണ് ഈ ഒരു അവാർഡ് കേരളത്തിൽ കിട്ടുന്നത്. ദിസ് ഈസ് ദ സ്റ്റേറ്റ്സ് തേർഡ് കോൺസിക്യൂട്ടീവ് ഇയർ റിസീവിംഗ് ദി അവാർഡ്. ഈ അവാർഡ് കേരളത്തിന് 3ാം തവണയാണ് കിട്ടുന്നത്. നെക്സ്റ്റ്, ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് റിലീസസ് സെന്റിനറി കമമറേറ്റീവ് കോയിൻ ഹോണറിംഗ് എം കരുണാനിധി. അപ്പോൾ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് 100 രൂപയുടെ ഒരു കോയിൻ, അത് DMK പ്രസിഡന്റ് ആയിരുന്ന എം കരുണാനിധിയുടെ ബർത്ത് സെന്റിനറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ 100 രൂപ കോയിൻ ഇറക്കുന്നത്. അപ്പോൾ സിംഗ് ഈ കോയിൻ ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിന്റെ പ്രസൻസിലാണ് അത് റിലീസ് ചെയ്തത്. ആൻഡ് ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിൻ ഇസ് ദ സൺ ഓഫ് കരുണാനിധി ഹു റിസീവ്ഡ് ഇറ്റ്. And he has elected for MLA the record 12 times. 12 പ്രാവശ്യമാണ് അദ്ദേഹം MLA ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്നത്. അദ്ദേഹം തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് 5 times സെർവ് ചെയ്തിട്ടുണ്ട്. കരുണാനിധി എന്ന് പറയുന്നത് he was the first chief minister of Tamil Nadu to hoist the flag on August 15, 1974. Zimbabwe VP Chivinka arrives in New Delhi for 9th CII India Africa Business Conclave. വൈസ് പ്രസിഡന്റ് ഓഫ് സിംബാബ്വെ ആണ് കോൺസ്റ്റാന്റിനോ ഗുവിയ ഡൊമിനിക് നിക്കാഡിയോ ചിവേങ്ക എന്ന് പറയുന്നത്. അദ്ദേഹം ന്യൂഡൽഹിയിൽ അറൈവ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 19ാമത്തെ CII ഇന്ത്യ ആഫ്രിക്ക ബിസിനസ് കോൺക്ലേവ് 20ാം തീയതി ഓഗസ്റ്റ് നടക്കുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. സിംബാബ്വെ എന്ന് പറയുന്നത് റീസെന്റ് ഒരു പുതിയ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അത് ചിലപ്പോൾ ചോദിക്കാം. സിംഗ് എന്നാണ് അതിനെ വിളിക്കുന്നത്, സിംബാബ്വെ ഗോൾഡ് എന്ന്. നെക്സ്റ്റ്, പങ്കജ് അദ്വാനി വിൻസ് ബില്യാർഡ്സ് ഫൈനൽ ഓഫ് വെസ്റ്റേൺ ഇന്ത്യ ബില്യാർഡ്സ് ആൻഡ് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ അദ്ദേഹം ഡിഫീറ്റ് ചെയ്തത് S ശ്രീകൃഷ്ണനെയാണ് ഫൈനലിൽ. നെക്സ്റ്റ്, ട്വൈസ് MotoGP ചാമ്പ്യൻ ഫ്രാൻസിസ്കോ ബാഗ്നിയ വോൺ ദ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ്. മോട്ടോർ സൈക്കിൾ റേസിംഗ് ആണ്. അപ്പോൾ ട്വൈസ് MotoGP ചാമ്പ്യൻ ആണ് ഫ്രാൻസിസ്കോ ബാഗ്നിയ. അദ്ദേഹത്തിന് ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഇതൊരു മോട്ടോർ സൈക്കിൾ റേസിംഗ് ആണ്. നെക്സ്റ്റ്, 21 August ഇന്റർനാഷണൽ ഡേ ഓഫ് റിമെമ്പർനെസ് ആൻഡ് ട്രിബ്യൂട്ട് ടു ദ വിക്ടിംസ് ഓഫ് ടെററിസം. അതായത് ടെററിസത്തിന്റെ വിക്ടിംസ് ആയവർക്ക് അവരെ റിമെമ്പർ ചെയ്യുന്ന രീതിയിലും ട്രിബ്യൂട്ട് കൊടുക്കുന്ന രീതിയിലും ഒരു ഇന്റർനാഷണൽ ഡേ ആയിട്ടാണ് 21 August കമമറേറ്റ് ചെയ്യുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത UN ജനറൽ അസംബ്ലിയാണ് 2017. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് വിക്ടിംസ് ഓഫ് ടെററിസം ആസ് പീസ് അഡ്വക്കേറ്റ്സ് ആൻഡ് എഡ്യൂക്കേറ്റേഴ്സ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ISRO ലോഞ്ച്ഡ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് EOS-08. അപ്പോൾ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ D3 SSLV D3 ആണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഈ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ സ്പേസ് ക്രാഫ്റ്റ് മിഷൻ എന്ന് പറയുന്നത് സർക്കുലർ ലോ എർത്ത് ഓർബിറ്റ് ആൾട്ടിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ 475 കിലോമീറ്ററിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഈ മിഷൻ ലൈഫ് എന്ന് പറയുന്നത് 1 year ആണ്. ഇപ്പോൾ EOS-08 എന്ന് പറയുന്നത് ISROയുടെ മൈക്രോസാറ്റ് IMS-1 ബസ് എന്ന് പറയുന്നതിൽ ഒരു ആദ്യത്തെ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് മിഷൻ ആണ്. ഇത് അഡ്വാൻസ്ഡ് ഇറ്റ് സ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് പേലോഡ് ഫോർ ഒബ്സർവേഷൻ ഇൻ ദ IR റേഞ്ച് നോവൽ GNSS-R പേലോഡ് ആൻഡ് SIC UV ഡോസിമീറ്റർ. അപ്പോൾ ഇതിനകത്ത് പേലോഡ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? IR റേഞ്ചിൽ ഒബ്സർവേഷന് വേണ്ടിയിട്ട്, അതുപോലെ നോവൽ GNSS-R പേലോഡ്, അതുപോലെ SIS UV ഡോസിമീറ്ററിനൊക്കെ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ISROയുടെ EOS-08 എന്ന് പറയുന്നത് 175 കിലോഗ്രാം ആണ് വെയിറ്റ്. ഒരു എക്സ്പെരിമെന്റൽ സാറ്റലൈറ്റ് ആണ്. അതിനകത്ത് പുതിയ ടെക്നോളജീസ് ഒക്കെ ക്യാരി ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമതാണ് ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് പേലോഡ് എന്ന് പറയുന്നത്. ഇത് മൈഡ് വേവിന്റെയും ലോങ് വേവിന്റെയും ഇൻഫ്രാറെഡ് ആയിട്ടുള്ള വേവ്സിന്റെയും ഡേയിലും നൈറ്റിലും അവരുടെ ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഡാറ്റ സർവൈലൻസിനും ഡിസാസ്റ്റർ മോണിറ്ററിങ്ങിനും എൻവയോൺമെന്റ് മോണിറ്ററിങ്, ഫയർ ഡിറ്റക്ഷൻ, വോൾഗാനിക് ആക്ടിവിറ്റി ഒബ്സർവ് ചെയ്യുന്നതിന്, ഇൻഡസ്ട്രിയൽ അതുപോലെ പവർ പ്ലാന്റ് ഡിസാസ്റ്റർ മോണിറ്ററിങ്ങിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സെക്കൻഡ് വൺ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം റിഫ്ലക്ടോമെട്രി പേലോഡാണ് GNSS-R എന്ന് പറയുന്നത്. അതിനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, അതായത് സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റം, ഇപ്പോൾ GPS പോലുള്ള സിസ്റ്റത്തിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന സിഗ്നൽസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പം ഇത് ഇപ്പോൾ ഓഷ്യൻ സർഫസ് വിൻഡ് അനാലിസിസിൽ, സോയിൽ മോയ്സ്ചർ അസസ്മെന്റിൽ, ക്രയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഹിമാലയൻ റീജിയനിലുള്ള ക്രയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാൻ, ഫ്ലഡ് ഡിറ്റക്ട് ചെയ്യാൻ, അതുപോലെ ഇൻലാൻഡ് വാട്ടർ ബോഡി ഡിറ്റക്ഷനൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മൂന്നാമത് നേരത്തെ പറഞ്ഞ SIC UV ഡോസിമീറ്റർ പേലോഡാണ്. ഇത് UV റേഡിയൻസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അറ്റ് വ്യൂ പോർട്ട് ഓഫ് ക്രൂ മൊഡ്യൂൾ ഗഗയാൻ മിഷൻ. ഓക്കെ, പിന്നെ ഇത് ഹൈഡോസ് അലാം സെൻസർ ഒക്കെ UV റേഡിയേഷന് വേണ്ടിയിട്ട് ഒരു ഹൈഡോസ് അലാം സെൻസർ ഒക്കെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, കേരള ലോഞ്ചസ് കൺട്രീസ് ഫസ്റ്റ് ഡിജിറ്റൽ കോർട്ട് ഫോർ ഹാൻഡ്ലിംഗ് നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് കേസസ്. അപ്പോൾ സുപ്രീം കോർട്ട് ജഡ്ജ് ജസ്റ്റിസ് BR ഗവായി ആണ് ഈ കൺട്രിയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഡിജിറ്റൽ കോർട്ട് ഉദ്ഘാടനം ചെയ്തത്. ഇതിനകത്ത് നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം കൊല്ലം ഹൈക്കോർട്ട് ഓഫ് കേരളയിലാണ് കൊല്ലം ആൻഡ് ഹൈക്കോർട്ട് ഓഫ് കേരളയിലാണ് ഈ ഒരു ഇതിവിടെ കേസുകൾ ഹാൻഡിൽ ചെയ്യപ്പെടുന്നത്. ജസ്റ്റിസ് ഗവായ് ഓൾസോ ലോഞ്ച്ഡ് എൻ ഓൺലൈൻ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പ്ലാറ്റ്ഫോം. ഒരു ഓൺലൈൻ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പ്ലാറ്റ്ഫോം അദ്ദേഹം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വി സോൾവ് വിർച്വൽ സൊല്യൂഷൻ മേക്കർ എന്ന് പറയുന്ന ഒന്നാണ്. ഇതിനകത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഓൺലൈനായിട്ട് ഈ പറയുന്ന ഡിസ്പ്യൂട്ട്സ് റെസൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അദ്ദേഹം ഒരു മോഡൽ ഡിജിറ്റൽ കോർട്ട് റൂമും ഇനാഗുറേറ്റ് ചെയ്തു. ഇറ്റ് ഈസ് കൺസീവ്ഡ് ബൈ ദ കേരള ഹൈക്കോർട്ട്. സ്പെസിഫിക്കലി ഈ ട്രഡീഷണൽ കോർട്ട് റൂംസിന്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് സെയ്ഷൽസ് ഇനാഗുറേറ്റഡ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ലോ ആൻഡ് ടെക്നോളജി ഇൻ കേരള. അപ്പോൾ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ലോ ആൻഡ് ടെക്നോളജി, സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട്, ടൂറിസം ആൻഡ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും സെയ്ഷൽസിന്റെയും കൂടെയായിട്ടാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഇത് കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷനാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. ഇതൊരു 3-day കോൺഫറൻസ് ആണ്. ഇനോഗ്രേറ്റ് ചെയ്തത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഡോക്ടർ DY ചന്ദ്രചൂഡും സെയ്ഷൽസിന്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് റോണി ഗോവിന്ദനും അറ്റ് കുമരകം, കോട്ടയം ഡിസ്ട്രിക്ട്, കേരള. അപ്പോൾ ഈ കോൺഫറൻസ് എന്ന് പറയുന്നത് ഒരു ഫോസ്റ്റർ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ആണ് കാണിക്കുന്നത്. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ചലഞ്ചസ്, ട്രാൻസ്പോർട്ടിലും ടൂറിസത്തിലും ഒക്കെ വരുന്ന കോംപ്ലക്സ് ചലഞ്ചസിനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ലീഗൽ സൊല്യൂഷൻസും പ്രാക്ടീസസും ഒക്കെ ഷെയർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കോൺഫറൻസ് അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കേരള യൂണിവേഴ്സിറ്റി ഡെവലപ്സ് അഡ്വാൻസ്ഡ് സൈനൈഡ് സെൻസർ ഫോർ സേഫ്റ്റി. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നിന്നുള്ള ഒരു റിസർച്ച് ടീമാണ് ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് ബ്രേക്ക് ത്രൂ കണ്ടുപിടിച്ചത്. അതായത് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള സെലക്റ്റീവ് സൈനൈഡ് സെൻസറിനെ, കെമിക്കൽ സെൻസിങ് ഉള്ള ഒരു സെൻസറിനെ അവർ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇതൊരു ടോക്സിക് സൈനൈഡിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഇവർ ക്രിയേറ്റ് ചെയ്തത്. അതായത് ലോ കോൺസെൻട്രേഷൻ ആണെങ്കിൽ പോലും സൈനൈഡിന്റെ പ്രസൻസ് ആ ഒരു സെൻസറിന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടറിലും ഫുഡ് പ്രൊഡക്ട്സിലൊക്കെ സൈനൈഡ് കലർന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ സെൻസർ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം സൈനൈഡ് എക്സ്പോഷർ എന്ന് പറയുന്നത് ചില ഫുഡ്സ്, ഇപ്പോൾ കസാവ, ടപ്പിയൊക്കെ പോലുള്ള ചില ഫുഡ്സിനകത്ത് സൈനൈഡിന്റെ പ്രസൻസ് ഉണ്ട്. ആപ്പിള്, ആപ്രിക്കോട്ട് സീഡ്, അതുപോലെ സ്പ്രൗട്ടിംഗ് പൊട്ടറ്റോ, ആൽമണ്ട്സിനകത്തൊക്കെ ചിലപ്പോൾ സൈനൈഡിന്റെ പ്രസൻസ് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കൺസ്യൂം ചെയ്യുന്ന വഴി സൈനൈഡ് പോയ്സണിങ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെൻസർ പറയുന്നത്. അപ്പോൾ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു യെല്ലോ ടു naked eye when dissolved but turn colorless upon detecting cyanide. അപ്പോൾ ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് അവർ ഡെവലപ്പ് ചെയ്തത് ഒരു യെല്ലോ ടു നേക്കഡ് ഐയിൽ ഒരു യെല്ലോ ടു ഒരു കളർലെസ് കളറായിരുന്നു. ആ ഒരു ഇതിലായിരുന്നു അവർ കണ്ടുപിടിച്ചത്. പക്ഷേ ഇത് ഡിസോൾവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സൈനൈഡ് ഉണ്ടെങ്കിൽ അത് കളർലെസ് ആയിട്ട്, പൂർണ്ണമായിട്ടും കളർലെസ് ആയിട്ട് മാറും. ഒരു യെല്ലോ ടു കളറിലായിരിക്കും നമുക്ക് നേക്കഡ് ഐ കൊണ്ട് കാണുമ്പോൾ മനസ്സിലാകുന്നത്. പിന്നീട് അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ കളർലെസ് ആയിട്ട് മാറും. 17th ദിവ്യ കലാമേള ഇൻ റായ്പൂർ. ഇപ്പോൾ ഡോക്ടർ വീരേന്ദ്രകുമാർ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് 17ാമത്തെ ദിവ്യ കലാമേള റായ്പൂരിൽ ഉദ്ഘാടനം ചെയ്തത്. ഇത് ഓർഗനൈസ് ചെയ്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ്. 16 ഓഗസ്റ്റ് മുതൽ 23 ഓഗസ്റ്റ് വരെയാണ് ഇത് സംഘടിപ്പിച്ചത്. അപ്പോൾ ഈ ദിവ്യകലാമേള എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2022 സ്റ്റാർട്ട് ചെയ്തത്. മെയിനായിട്ട് എക്കണോമിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട്, മെയിനായിട്ട് ആർട്ടിസ്റ്റുകളെ അവരുടെ പ്രൊഡക്ട്സിന് മാർക്കറ്റ് ആക്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം തുടങ്ങി വെച്ചത്. നെക്സ്റ്റ്, സുപ്രീം കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് 10-member നാഷണൽ ടാസ്ക് ഫോഴ്സ് ടു ഫോർമുലേറ്റ് പ്രോട്ടോകോൾ ഫോർ എൻഷുറിംഗ് സേഫ്റ്റി ഓഫ് ഡോക്ടേഴ്സ്. അപ്പോൾ സുപ്രീം കോടതി ഒരു സ്യൂമോട്ടോ കേസ് ഹിയർ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനി ഡോക്ടറിന്റെ കൊൽക്കട്ടയിലെ മെഡിക്കൽ കോളേജിൽ വെച്ച് അവർ കൊല്ലപ്പെടുകയും റേപ്പ് ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു
കേസ് സോമോട്ടോ കേസായിട്ട് സുപ്രീം കോടതി എടുക്കും. അത് ഹിയർ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു നാഷണൽ ടാസ്ക് ഫോഴ്സ് 10 മെമ്പർ കമ്മിറ്റി അവർ ഫോർമുലേറ്റ് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ ഈ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത് വിൽ സബ്മിറ്റ് അതിന്റെ ഇന്ററിം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് വിത്തിൻ 3 വീക്സിനകം സബ്മിറ്റ് ചെയ്യും. 2 മന്ത്സിനുള്ളിൽ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഈ നാഷണൽ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത് it also suggests appropriate timelines by which the recommendations could be implemented based on the existing facilities in hospitals. അപ്പോൾ അവർ ഒരു ഹോസ്പിറ്റലിലെ എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ട് അവർ പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈം ലൈനിനുള്ളിൽ ചില റെക്കമെൻഡേഷൻസും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറി, അതുപോലെ ഹോം സെക്രട്ടറി ടു ദ യൂണിയൻ ഗവൺമെന്റ്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സെക്രട്ടറി, ചെയർപേഴ്സൺ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയർപേഴ്സൺ, അതുപോലെ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ പ്രസിഡന്റ്, ഇവരൊക്കെയാണ് ഈ ടാസ്ക് ഫോഴ്സിലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ട് വരാൻ പോകുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ റെയിൽവേസ് ഇൻട്രൊഡ്യൂസസ് അഡ്വാൻസ്ഡ് വാട്ടർ ലെവൽ മോണിറ്ററിംഗ് സിസ്റ്റം. അപ്പോൾ അഡ്വാൻസ്ഡ് വാട്ടർ ലെവൽ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ട്രെയിൻസിൽ ആണ് വരുന്നത്. അത് ഇനോഗ്രേറ്റ് ചെയ്തു ബ്രഹ്മപുത്ര മെയിൽ എക്സ്പ്രസ് ട്രെയിനിൽ കാമക്യ റെയിൽവേ സ്റ്റേഷനിൽ. ഇതൊരു ഇന്നോവേറ്റീവ് സിസ്റ്റമാണ്, ഒരു മേജർ സ്റ്റെപ്പാണ്. അതായത് വാട്ടർ മാനേജ്മെന്റ് ലോങ് ഡിസ്റ്റൻസ് ട്രെയിനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുവഴി കണ്ടിന്യൂസ് അതുപോലെ റിലയബിൾ ആയിട്ടുള്ള വാട്ടർ അവൈലബിലിറ്റി പാസഞ്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ലോറ അതുപോലെ GPRS ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് യൂട്ടിലൈസ് ചെയ്തത്. അപ്പോൾ ലോങ് റേഞ്ച് അതുപോലെ ലോങ് പവർ വയർലെസ് ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ ഇതിനകത്തൂടെ പറ്റും. ഇപ്പോൾ റിമോട്ട് ആയിട്ടുള്ള ലൊക്കേഷൻസിലാണെങ്കിൽ പോലും നമുക്ക് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ സിസ്റ്റത്തിനകത്ത് ഒരു റിയൽ ടൈം ക്ലോക്ക് ഉണ്ട്. ഇറ്റ് സിങ്ക്രണൈസ് ഡാറ്റ ലോഗിംഗ് വിത്ത് പ്രിസൈസ് ടൈം സ്റ്റാമ്പ്സ്. അപ്പോൾ ഇതുവഴി അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ അനാലിസിസും വാട്ടർ മാനേജ്മെന്റ് എഫിഷ്യൻ്റ് ആയിട്ട് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ്, അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം. വെസ്റ്റേൺ റെയിൽവേ ആഡ്സ് കാൻഡിവാലി ആൻഡ് ദഹിസാർ ടു അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം. അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിലേക്ക് കാൻഡിവാലി അതുപോലെ ദഹിസാറിനെയും വെസ്റ്റേൺ റെയിൽവേ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഓൺഗോയിങ് ഇന്ത്യൻ റെയിൽവേ മിഷനാണ്. ഫെബ്രുവരി 2023 മിനിസ്ട്രി ഓഫ് റെയിൽവേ ആണ് ഇത് ലോഞ്ച് ചെയ്തത്. 1275 റെയിൽവേ സ്റ്റേഷൻസ് അക്രോസ് ഇന്ത്യ റീഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഈ സ്കീം എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻസിനെ കുറച്ചുകൂടെ മോഡേൺ ആക്കുക, വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഹബ്സ് കൊണ്ടുവരിക, പാസഞ്ചർ അമ്യൂണിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക, ട്രാഫിക് സർക്കുലേഷൻ ബെറ്റർ ആക്കുക, ഇന്റർ മോഡൽ ഇന്റഗ്രേഷൻസ് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. 508 സ്റ്റേഷൻസ് വേൾഡ് ക്ലാസ് ആക്കിയിട്ട് മാറ്റുക. അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 25,000 crore rupees ആണ്. നെക്സ്റ്റ്, അഗ്രികൾച്ചർ മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ ഇനോഗ്രേറ്റ്സ് നാഷണൽ പെസ്റ്റ് സർവൈലൻസ് സിസ്റ്റം. യൂണിയൻ അഗ്രികൾച്ചർ മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്പ്, അതായത് നാഷണൽ പെസ്റ്റ് സർവൈലൻസ് സിസ്റ്റം NPSS ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് ഫാർമേഴ്സിന് ഫീൽഡിലുള്ള ക്രോപ്സിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏത് പെസ്റ്റാണ് അഫക്ട് ചെയ്തിരിക്കുന്നത്, ഏത് ഇൻസെക്റ്റ് ആണ് എന്നുള്ളത് ഈ ഫോട്ടോസ് സയന്റിസ്റ്റുകളുടെ എക്സ്പേർട്ട് കയ്യിൽ എത്തുകയും അത് ഏതാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് അക്യുറേറ്റ് ഡയഗ്നോസിസും അക്യുറേറ്റ് ട്രീറ്റ്മെന്റിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, ഇന്ത്യ ആൻഡ് ജപ്പാൻ ടു ഹോൾഡ് 3rd 2+2 ഡയലോഗ് ഇൻ ന്യൂഡൽഹി. അപ്പോൾ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ S ജയശങ്കറും ജപ്പാൻ മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ആയിട്ടുള്ള കിഹാര മിനോറും കൂടെ ചേർന്ന്, അതുപോലെ അവിടുത്തെ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് യോക്കോ കമിക്കാവയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു 3ാമത്തെ 2+2 ഡയലോഗ് ഓഗസ്റ്റ് 20 ന്യൂഡൽഹിയിൽ വെച്ചിട്ട് നടത്തിയത്. അപ്പോൾ ഇത് രണ്ട് രാജ്യങ്ങളിലെ തമ്മിലുള്ള ഡിഫൻസ് കോർപ്പറേഷൻ ഡീപ്പാക്കും, ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഇൻക്രീസ് ആക്കാനൊക്കെ സഹായിക്കും. ഇതിന്റെ ആദ്യത്തെ എഡിഷൻ ഇന്ത്യയിൽ വെച്ച് 2019 നടന്നു. സെക്കൻഡ് എഡിഷൻ ജപ്പാനിൽ വെച്ച് 2022 നടന്നു. അപ്പോൾ ഇത് 3rd എഡിഷനാണ്. ഇന്ത്യക്ക് 2+2 മിനിസ്ട്രിയൽ ഫോർമാറ്റ് ഓഫ് ഡയലോഗ് ഉള്ള കുറച്ച് കൺട്രീസ് ഉണ്ട്. അതിനകത്ത് വരുന്നതാണ് US, ഓസ്ട്രേലിയ, റഷ്യ, പിന്നെ ജപ്പാൻ. നെക്സ്റ്റ്, നേപ്പാൾ അക്കാദമി ആൻഡ് BHU സൈൻ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഫോർ നേപ്പാളി ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ സെന്റർ. അപ്പോൾ ഈ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഈ പറയുന്ന നേപ്പാൾ അക്കാദമിയും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയും തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു നേപ്പാൾ ലാംഗ്വേജും ലിറ്ററേച്ചറും കൾച്ചറും ഫിലോസഫിയും ഒക്കെ നേപ്പാളിലും ഇന്ത്യയിലും മ്യൂച്വലായിട്ട് സ്റ്റഡി ചെയ്യാനുള്ളൊരു ഒരു ധാരണയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നേപ്പാളി ലാംഗ്വേജിലുള്ള ഇൻട്രാക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഓൺ നേപ്പാളി ലാംഗ്വേജ്, അതുപോലെ ലിറ്ററേച്ചർ ഫിലോസഫി ബിറ്റ്വീൻ നേപ്പാളി ആൻഡ് ഇന്ത്യൻ നേപ്പാളി ലിറ്ററേച്ചർ ഫിഗേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം നേപ്പാൾ അക്കാദമി എന്ന് പറയുന്നത് റിസർച്ച് സ്റ്റുഡൻസിന് ഇന്റേൺഷിപ്സും സ്കോളർഷിപ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇന്ത്യസ് ഫസ്റ്റ് ടാഗിംഗ് ഓഫ് ഹോഴ്സ് ഷൂ ക്രാബ്സ് കിക്ഡ് ഓഫ് ബൈ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒഡീഷ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കൂടെ ജോയിൻ ചെയ്ത് ഒരു ഹോഴ്സ് ഷൂ ക്രാബിനെ ടാഗ് ചെയ്തു ഓവർ ദ നെക്സ്റ്റ് 3 years അലോങ് ദ സ്റ്റേറ്റ് കോസ്റ്റ്.
ഇതിന്റെ പോപ്പുലേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഹാബിറ്റേറ്റ് യൂട്ടിലൈസേഷൻ, കൺസർവേഷൻ, മാനേജ്മെന്റ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹോഴ്സ് ഷൂ ക്രാബ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ലിവിങ് ക്രീച്ചർ ആണ്. എർത്തിലെ തന്നെ വളരെ മെഡിസിനലി വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ 2 സ്പീഷീസ് ഓഫ് ഹോഴ്സ് ക്രാബ്സ് ആണുള്ളത്. ടക്കിപ്ലിയസ് ഗിഗാസും കാഴ്സിനോസ്കോർപ്പിയസ് റൊട്ടൻഡിക്കോഡയും മാംഗ്രൂവ്സിൽ കാണുന്നതാണ്. അത് ഈ 2 സ്പീഷീസും നോർത്ത് ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യയിലാണ് കാണുന്നത്, എസ്പെഷ്യലി ഒഡീഷയിലും വെസ്റ്റ് ബംഗാൾ കോസ്റ്റിലും. അപ്പോൾ ഫസ്റ്റ് ടാഗിങ് ഓഫ് ഹോഴ്സ് ഷൂ ക്രാബ്സ് എന്ന് പറയുന്നത് കന്തിയമുഹാൻ എസ്റ്റുറി ഓഫ് ബാലസൂർ കോസ്റ്റിലാണ് നടത്തിയത്. അപ്പോൾ ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പ്രാക്ടീസസ് ഈ ഹോഴ്സ് ഷൂ ക്രാബ്സിന് മേജർ ത്രെട്ട് ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ ഇല്ലീഗലായിട്ട് മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഇല്ലീഗലായിട്ട് ഈ സ്പീഷീസിനെ സ്മഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോഴ്സ് ഷൂ ക്രാബ്സ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ 2 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ്, സാമോൻ ബാറ്റർ ഡാരിയസ് വിസർ സെറ്റ് ന്യൂ 2020 ഇന്റർനാഷണൽ റെക്കോർഡ് വിത്ത് 39 റൺ ഓവർ. അപ്പോൾ മുന്നുണ്ടായിരുന്നത് ഒരു ഓവറിൽ 36 റൺസ് എന്നുള്ള പ്രീവിയസ് റെക്കോർഡായിരുന്നു. അതിനെയാണ് ഇവർ ഭേദിച്ചത്. ഇപ്പോൾ ഈസ്റ്റ് ഏഷ്യ പസഫിക് റീജിയൻ ക്വാളിഫയർ വേൾഡ് കപ്പ് നടക്കുകയാണ് ആക്പിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച്. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു റെക്കോർഡ് നേടുന്നത്. നെക്സ്റ്റ്, 22 August International Day commemorating the victims of act of violence based on religion or belief. അപ്പോൾ റിലീജിയൻ്റെയോ ബിലീഫിൻ്റെയോ ബേസിൽ വിക്ടിംസ് ആയവരെ വയലൻസ് കൊണ്ട് വിക്ടിംസ് ആയവരെ കമ്മമറേറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ ഡേ ആണ് 22 August എന്ന് പറയുന്നത്. UN ജനറൽ അസംബ്ലി ഇത് ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 2019. അപ്പോൾ ഈ ഒരു ഡേയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ വിക്ടിംസിന് അവരുടെ ഫാമിലി മെമ്പേഴ്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സപ്പോർട്ടും അപ്ലിക്കബിൾ ലോ ബേസ് ചെയ്തുകൊണ്ടുള്ള അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇന്ത്യ അപ്രൂവ്സ് അഡീഷണൽ 251 മെഗാവാട്ട് പവർ എക്സ്പോർട്ട് ഫ്രം നേപ്പാൾ. അപ്പോൾ നേപ്പാളിൽ നിന്ന് 251 മെഗാവാട്ടിൻ്റെ പവർ എക്സ്പോർട്ട് ഇന്ത്യ അഡീഷണലി അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. അത് നേപ്പാളിലെ 12 ഹൈഡ്രോ പവർ പ്രൊജക്ട്സിൽ നിന്നാണ് ഈ എക്സ്പോർട്ട് വരുന്നത്. അപ്പോൾ നേപ്പാൾ എന്ന് പറയുന്നത് ബീഹാറിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് മീഡിയം ടേം പവർ സെയിൽസ് എഗ്രിമെൻറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ ടോട്ടൽ അപ്രൂവ്ഡ് പവർ എക്സ്പോർട്ട് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ളത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് മുൻപ് 690 മെഗാവാട്ടായിരുന്നു, ഇപ്പോൾ 941 മെഗാവാട്ടാണ്. അപ്പോൾ നേപ്പാൾ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഒരു നെറ്റ് എക്സ്പോർട്ടറാണ്. ഏകദേശം 16.93 ബില്യൺ ആയിരുന്നു അവരുടെ ഈ ഒരു ലാസ്റ്റ് ഫിസിക്കൽ ഇയറിലെ അവരുടെ ഒരു റവന്യൂ ഈ ഒരു എക്സ്പോർട്ടറിൽ നിന്ന്. അപ്പോൾ ഇന്ത്യയുടെ ഇനീഷ്യൽ അപ്രൂവൽ എന്ന് പറയുന്നത് ഒക്ടോബർ 2021 കൊടുത്തത്. അന്ന് 39 മെഗാവാട്ടായിരുന്നു. പിന്നീട് അത് 24 ടൈംസ് ഇൻക്രീസ് ചെയ്തു വിത്തിൻ ലെസ് ദാൻ 3 ഇയേഴ്സ്. അപ്പോൾ നേപ്പാൾ എന്ന് പറയുന്നത് ശരിക്കും മീഡിയം ടേം എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത് നേപ്പാളിലെ ഇലക്ട്രിസിറ്റി അതോറിറ്റിയാണ്. അവർ ഹരിയാനയിലും ബീഹാറിലുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസായിട്ടാണ് ഈ ഒരു മീഡിയം ടേം എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ അലോസ് ഹൈഡ്രോ പവർ ഇമ്പോർട്ട്, നേപ്പാളിൽ നിന്നുള്ള ഹൈഡ്രോ പവർ ഇമ്പോർട്ടിനെ ഇന്ത്യ അലോ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് കൗണ്ട് ടുവേഴ്സ് ദ ഹൈഡ്രോ പവർ പർച്ചേസ് ഒബ്ലിഗേഷൻ ആൻഡ് ഇൻസെൻറ്റീവ് ബയേഴ്സിനെ അത് ഇൻസെൻറ്റീവൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ലോങ് ടേം എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഒരു 10,000 മെഗാവാട്ട് ഓഫ് പവർ ഇവിടെ സെറ്റപ്പ് ചെയ്യണം, നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് സെറ്റപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. നേപ്പാൾ ആക്ച്വലി സൗത്ത് ഏഷ്യയുടെ തന്നെ ലീഡിങ് ഹൈഡ്രോ പവർ എക്സ്പോർട്ടറാണ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബംഗ്ലാദേശിന് ഒരു 40 മെഗാവാട്ടിൻ്റെ പവർ എക്സ്പോർട്ട് എഗ്രിമെൻറ്റ് നേപ്പാളും ബംഗ്ലാദേശും തമ്മിൽ സൈൻ ചെയ്തിരുന്നു. പക്ഷേ അവിടുത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം അത് പോസ്റ്റ്പോൺ ചെയ്യുകയുണ്ടായി. നെക്സ്റ്റ്, 19th CII ഇന്ത്യ ആഫ്രിക്ക ബിസിനസ് കോൺക്ലേവ് ബിഗിൻസ് ഇൻ ന്യൂ ഡൽഹി വിത്ത് ക്രിയേറ്റിംഗ് വൺ ഫ്യൂച്ചർ തീം. അപ്പോൾ തീമാണ് ക്രിയേറ്റിംഗ് വൺ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺക്ലേവ് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്: ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് കെയർ, ടെക്നോളജി. ഒരു മോർ ദാൻ 1100 ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സ് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. 65 കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. അതിൽ 47 ഡെലിഗേറ്റ്സ് അല്ലെങ്കിൽ 47 കൺട്രീസും ആഫ്രിക്കൻ നേഷൻസ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ UPI സിസ്റ്റം അംഗീകരിക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ കൺട്രിയാണ് മൗറീഷ്യസ്. കൂടാതെ ഇന്ത്യയുടെ റുപിഐ കാർഡ്സിനെ ഇഷ്യൂ ചെയ്യുന്ന ആദ്യത്തെ നോൺ ഏഷ്യൻ കൺട്രിയും മൗറീഷ്യസ് ആണ്. അപ്പോൾ ഇന്ത്യ ആഫ്രിക്കൻ ടൂറിസം ഇനാബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ 4th ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറാണ്. നെക്സ്റ്റ്, 2-day ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ റീജിയണൽ കോൺഫറൻസ് ബിഗിൻസ് ഇൻ ന്യൂഡൽഹി. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഗ്ലോബൽ കൗണ്ടർ ടെററിസം കൗൺസിലും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു കോൺഫറൻസ് ആണിത്. 2-day കോൺഫറൻസ് ആണ്. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ ട്രാക്ക് 1.5 കോൺഫറൻസ് ആണ്. ടെററിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഡിജിറ്റൽ സ്ഫിയറിലുള്ള ഇത്തരം വയലന്റ് എക്സ്ട്രീമിസ്റ്റുകളെ പോസസ് ചെയ്യുന്ന ചാലഞ്ചസിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡറാണ് ഹാർവേ ഡെൽഫിൻ.
നെക്സ്റ്റ് ടോപ്പ് ഗ്ലോബൽ റാങ്കിംഗ് ഫോർ RBI ഗവർണർ റെക്കഗ്നീഷൻ ഓഫ് ഹിസ് ലീഡർഷിപ്പ്. മിസ്റ്റർ ശക്തികാന്ത് ദാസ് ആണ് നമ്മുടെ RBI ഗവർണർ. അദ്ദേഹത്തിന് US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ഫിനാൻസ് മാഗസീനാണ് ഈ പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിന് വേണ്ടി ഒരു ടോപ്പ് സെൻട്രൽ ബാങ്കർ എന്നുള്ള ഒരു ഇത് കൊടുക്കുന്നത്. അത് 2ാമത്തെ വർഷമാണ് അദ്ദേഹത്തിന് ഇത് കിട്ടുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ RBIയുടെ ലീഡർഷിപ്പ്, അതേപോലെ എക്കണോമിക് ഗ്രോത്തിനും സ്റ്റെബിലിറ്റിക്കും എൻഷുർ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വർക്ക്, ഇതൊക്കെയാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് US India ബിസിനസ് കൗൺസിൽ USIBC അപ്പോയിൻറ്റ്സ് ഫോർമർ ജേർണലിസ്റ്റ് പബ്ലിക് റിലേഷൻസ് എക്സിക്യൂട്ടീവ് ആസ് ഇന്ത്യസ് മാനേജിംഗ് ഡയറക്ടർ. അപ്പോൾ US India ബിസിനസ് കൗൺസിൽ രാഹുൽ ശർമ്മ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫോർമർ ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു പബ്ലിക് റിലേഷൻ എക്സിക്യൂട്ടീവ് ആണ്. അദ്ദേഹത്തെയാണ് ഇന്ത്യ ബേസ്ഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ USIBC എന്ന് പറയുന്നത് ശരിക്കും US ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഭാഗം തന്നെയാണ്. അമേരിക്കയിലെ ലാർജസ്റ്റ് ഇൻഡസ്ട്രി അസോസിയേഷൻ ആണ്. അപ്പോൾ 2025 ഇതിൻ്റെ 50ാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കാനിരിക്കുകയാണ് അവർ. നെക്സ്റ്റ് അശോക് കുമാർ സിംഗ് ടേക്സ് ഓവർ ദ ചാർജ് ഓഫ് ഡയറക്ടർ ജനറൽ ഓഫ് ESIC. അപ്പോൾ അശോക് കുമാർ സിംഗ് IAS അദ്ദേഹം ഡയറക്ടർ ജനറൽ ഓഫ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഡയറക്ടർ ജനറലായിട്ട് ചാർജ് എടുക്കാൻ പോവുകയാണ്. ഈ ESIC എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹം ഇതിനു മുൻപ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിരുന്നു വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ, ഗവൺമെൻറ് ഓഫ് കേരളയിൽ. നെക്സ്റ്റ് ജപ്പാനീസ് വുമൺ ഏജ്ഡ് 116 സെറ്റ് ടു ബിക്കം വേൾഡ്സ് ഓൾഡസ്റ്റ് പേഴ്സൺ. അപ്പോൾ ഓൾഡസ്റ്റ് ലിവിങ് പേഴ്സൺ എന്ന് പറയുന്നത് ജപ്പാനിലെ ടൊമിക്കോ ഇട്ടൂക്കൊക്കെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 23 മെയ് 1908 അവർ ജനിക്കുന്നത്. ഇപ്പോൾ അവർക്ക് കറൻറ്റ്ലി 116 വയസ്സുണ്ട്. അപ്പോൾ വേൾഡ് ഓൾഡസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള സ്പാനിഷ് ആയിട്ടുള്ള ഒരാൾ മറിയ ബ്രാനിയാസ് മൊറേറ മരിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവർക്ക് ഈ ഒരു ടൈറ്റിൽ കിട്ടുന്നത്. ബ്രാനിയാസ് എന്ന് പറയുന്നത് വേൾഡിൽ ഓൾഡസ്റ്റ് പേഴ്സൺ ആയത് ജനുവരി 2023 അപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഇവർക്ക്. ആൻഡ് ഷീ പാസ്ഡ് അവേ അറ്റ് ദ ഏജ് ഓഫ് 117 years and 168 days. അപ്പോൾ ഓൾഡസ്റ്റ് എവർ റെക്കോർഡഡ് ഇയർ എന്ന് പറയുന്നത് 122 വയസ്സും 164 ഡേയ്സും ഓൾഡ് ആയിരുന്ന ഫ്രഞ്ച് വുമൺ ആയിരുന്നു ജെന്നെ കാൽമെറ്റ്. അവർക്കായിരുന്നു ഓൾഡസ്റ്റ് റെക്കോർഡ്. ഇപ്പോൾ നിലവിൽ ജപ്പാനീസ് വുമൺ ആണ് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് ഇന്ത്യസ് സെക്കൻഡ് 700 മെഗാവാട്ട് ന്യൂക്ലിയർ പവർ കെക്രാപാർ അറ്റോമിക് പവർ സ്റ്റേഷൻ 4 പ്ലാന്റ് സ്റ്റാർട്ട് ഓപ്പറേഷൻ അറ്റ് ഫുള്ളി കപ്പാസിറ്റി. ഇന്ത്യയുടെ സെക്കൻഡ് ഹോം ബിൽഡ് ആയിട്ടുള്ള 700 മെഗാവാൾട്ടിൻ്റെ ന്യൂക്ലിയർ പവർ റിയാക്ടർ കക്രാപ്പർ അറ്റോമിക് പവർ സ്റ്റേഷൻ ഗുജറാത്തിൽ ഫുള്ളി കപ്പാസിറ്റിയോടുകൂടി ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫുൾ പവർ ഓപ്പറേഷൻ ഓഫ് KAPS 4 എന്ന് പറയുന്നത് അതിൻ്റെ ട്വിൻ യൂണിറ്റ് ആയിട്ടുള്ള KAPS 3യുടെ സ്മൂത്ത് ഓപ്പറേഷൻ്റെ കൂടെ തന്നെയാണ്. ഒരു ഫുൾ പവർ ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു നടത്തിയിരുന്നത്. ഇതൊരു ഇൻഡിജീനിയസ് ആയിട്ടുള്ള 700 മെഗാവാട്ട് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ ഡിസൈനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് 14 മോർ 700 മെഗാവാട്ട് ന്യൂക്ലിയർ പവർ റിയാക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഈ സെയിം ഡിസൈനിൽ തന്നെ. ഇതൊരു 2031-32 ആകുമ്പോഴത്തേക്കും അത് ഓപ്പറേഷനിലാവുമെന്നാണ് വിചാരിക്കുന്നത്. കക്രാപാർ അറ്റോമിക് പവർ പ്രൊജക്ട് എന്ന് പറയുന്നത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ബിൽഡ് ചെയ്തത്. ഇതൊരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലാണ് വരുന്നത്. നെക്സ്റ്റ് സെൻറ്റർ സേസ് മേഘാലയ പോളിയോ കേസ് ഈസ് വാക്സിൻ ഡിറൈവ്ഡ്. അപ്പോൾ ഒരു പോളിയോ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ അത് ഇറാഡിക്കേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ അത് വീണ്ടും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി മേഘാലയയിൽ. അപ്പോൾ ഈ കേസ് എന്ന് പറയുന്നത് വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ കേസ് ആണെന്നാണ് കൺഫേം ചെയ്തിരിക്കുന്നത്. ഒരു 2 year old ആയിട്ടുള്ള ഒരു കുട്ടിയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ആക്ച്വലി പോളിയോയുടെ വാക്സിനകത്ത് ചിലപ്പോൾ അറ്റ്യൂനേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇനാക്ടിവേറ്റഡ് ആക്കിയിട്ടുള്ളതോ ഹാഫ് കിൽഡ് ആയിട്ടുള്ള വൈറസിനെയാണ് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യൽ. അപ്പോൾ ഈ വൈറസ് മേ ബി നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആക്റ്റീവ് ആകുകയാണെങ്കിലും പോളിയോ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വാക്സിൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള പോളിയോ കേസ് ആണെന്നാണ് പറയുന്നത് സെൻട്രൽ. അപ്പോൾ ഇതൊരു വൈൽഡ് പോളിയോ കേസ് അല്ല, ബിക്കോസ് ഇൻഫെക്ഷൻസ് ദാറ്റ് പ്രസൻറ്റ് ഇൻ സം പീപ്പിൾ വിത്ത് ലോ ഇമ്മ്യൂണിറ്റി. ഇതൊരു ഇൻഫെക്ഷൻ ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ആൾക്കുകളിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്ത്യനെ പോളിയോ ഫ്രീ ആയിട്ട് 2014 ഡിക്ലെയർ ചെയ്തിരുന്നു. ലാസ്റ്റ് കേസ് ഓഫ് വൈൽഡ് പോളിയോ വൈറസ് കൺട്രിയിൽ റിപ്പോർട്ട് ചെയ്തത് 2011 പോളിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോളിയോ മൈലറ്റസ് എന്നും അതിന് പേരുണ്ട്. ഹൈലി ഇൻഫെഷ്യസ് ആയിട്ടുള്ളൊരു വൈറൽ ഡിസീസാണ്. ഇത് ബോഡിയിൽ മൗത്ത് വഴിയോ എൻ്റർ ചെയ്യും, എന്നിട്ട് ഇൻറ്റസ്റ്റൈനിൽ പോയിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യും, നെർവസ് സിസ്റ്റത്തിനൊക്കെ ഇൻവേർഡ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. ഇത് മെയിൻലി 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് അഫക്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇനീഷ്യൽ പോളിയോ വൈറസിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവർ, ഫാറ്റിക്, ഹെഡ് ഏക്ക്, വോമിറ്റിംഗ്, സ്റ്റിഫ്നെസ് ഇൻ ദ നെക്ക്, പെയിൻ ഇൻ ദ ലിംസ്, അതൊക്കെയാണ്. അപ് ടു 90% ഓഫ് ഇൻഫെക്റ്റഡ് പോളിയോ വൈറസ് പേഴ്സൺസും മൈൽഡ് ആയിട്ടുള്ള സിംറ്റംസോ അല്ലെങ്കിൽ സിംറ്റംസ് ഒന്നും തന്നെ ഉണ്ടാവാറില്ല. അത് അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് പോവാറാണ് പതിവ്. നെക്സ്റ്റ്, ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ റാങ്ക്ഡ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ കൺട്രി. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. 500 globally, and it is listed 401 to 500 rank globally, while it topped in the list of Indian universities according to the Shanghai Academic Ranking of World Universities 2024. അപ്പോൾ ഷാങ്ഹായ് അക്കാദമിക് റാങ്കിങ് ഓഫ് വേൾഡ് യൂണിവേഴ്സിറ്റീസ് 2024 ഇന്ത്യയിൽ ടോപ്പ് വന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി VIT സെക്കൻഡ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനായി കൺട്രിയിലെ. ഓക്കെ, ഷാങ്ഹായ് ARWU എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റീസിന് അക്കാദമിക് അതുപോലെ റിസർച്ച് പെർഫോമൻസിൻ്റെ ബേസിലാണ് റാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ റാങ്കിങ്ങിൽ ക്വാളിറ്റിയും ക്വാണ്ടിറ്റി ഓഫ് റിസർച്ച് ഔട്ട്കംസും അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1000 യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തത് വേൾഡ് വൈഡ് ആയിട്ട്. അതിൽ 15 യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. നെക്സ്റ്റ്, ഭാവിഷ്യ റാങ്ക് 3rd ബെസ്റ്റ് ഇൻ NESDA 2021. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെൻഷൻ ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഭാവിഷ്യ ഒരു സെൻട്രലൈസ്ഡ് പെൻഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ടാക്കിൾ ഡിലേസ് ആൻഡ് ക്ലറിക്കൽ എറേഴ്സ് ഇൻ പെൻഷൻ പ്രോസസ്സ്. പെൻഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിലേസും ക്ലറിക്കൽ എറേഴ്സും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലോസും പെൻഷനേഴ്സിനോടുള്ള ഹരാസ്മെൻ്റ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കും. ഭാവിഷ്യ സ്ട്രീം ലൈൻ പെൻഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രീസിലൂടെയും ഡിപ്പാർട്ട്മെൻറ്റ്സിലൂടെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ജനുവരി 1, 2017 വരെ ഭാവിഷ്യ എന്ന് പറയുന്നത് എല്ലാ സെൻട്രൽ സിവിൽ മിനിസ്ട്രീസിനും ഡിപ്പാർട്ട്മെൻറ്റ്സിനും മാൻഡറ്ററി ആയിരുന്നു. ഇറ്റ് യൂണിഫൈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓൺ എ സിംഗിൾ പ്ലാറ്റ്ഫോം ആൻഡ് ഫോളോസ് CCS പെൻഷൻ റൂൾസ് 2024. ഇത് യൂണിഫോം ആയിട്ട് എല്ലാ സിംഗിൾ പ്ലാറ്റ്ഫോമിലേക്കും ഒരു ടൈപ്പ് എന്നുള്ള രീതിയിലായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഗവൺമെൻറ് എക്സലൻസിൻ്റെ ഭാഗമായിട്ട് നാഷണൽ ഗവർണൻസ് സർവീസ് ഡെലിവറി അസസ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസിനെ അണ്ടർടേക്കൺ ചെയ്തു. NESDA എന്ന് പറയുന്നത് ഓഗസ്റ്റ് 2018 ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ്, മനോഹർ ലാൽ ഖത്താർ ലോഞ്ച്ഡ് 3 ഓൺലൈൻ പ്ലാറ്റ്ഫോം ടു ബൂസ്റ്റ് പവർ സെക്ടർ എഫിഷ്യൻസി ആൻഡ് ട്രാൻസ്പെറൻസി. യൂണിയൻ മിനിസ്റ്റർ ഓഫ് പവർ ആണ് മനോഹർ ലാൽ ഖത്താർ എന്ന് പറയുന്നത്. അദ്ദേഹം 3 ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നമ്മുടെ പവർ സെക്ടറിലുള്ള എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും ട്രാൻസ്പെറൻസിയും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പോർട്ടൽസിൻ്റെ പേര് ഇതാണ്. ഒന്നാമത്തത് പോർട്ടൽ ഫോർ ഓൺലൈൻ മോണിറ്ററിംഗ് ഓഫ് പ്രൊജക്റ്റ്, അത് തെർമൽ വേണ്ടിയിട്ടാണ്. പിന്നെ ഡിസാസ്റ്റർ റിസൈലന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ പവർ സെക്ടർ, പിന്നെ ജൽ വിദ്യുത് DPR, അത് നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും സർവേ മോണിറ്റർ ചെയ്യാനും ഒക്കെ ഡിസൈൻ ചെയ്തതാണ്. നെക്സ്റ്റ്, ദ അൽച്ചി ഫ്രീഡം ഷീൽഡ് എക്സസൈസ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് സൗത്ത് കൊറിയ kicked off a large-scale joint military exercise aimed at strengthening their combined defense capabilities and deterring threat from North Korea. അപ്പോൾ സൗത്ത് കൊറിയയും US കൂടെ ചേർന്നൊരു ലാർജ് സ്കെയിൽ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് കിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. നോർത്ത് കൊറിയയിൽ നിന്നുള്ള ത്രെട്ടിനെ ഓവർകം ചെയ്യുന്നതിനും ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഡിഫൻസ് ക്യാപ്പബിലിറ്റീസ് കമ്പൈൻ ചെയ്ത് ഇൻക്രീസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മിലിറ്ററി എക്സസൈസ്. ആനുവൽ ഇൽച്ചി ഫ്രീഡം ഷീൽഡ് എക്സസൈസ് എന്ന് പറയുന്നത് കൊറിയൻ പെൻസുലയിൽ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള എക്സസൈസാണ്. നെക്സ്റ്റ്, സത്യപ്രകാശ് സംഘാവൻ അപ്പോയിൻറ്റഡ് ചെഫ്റ്റി മിഷൻ ഫോർ ഇന്ത്യസ് പാരീസ് 2024 പാരാഒളിമ്പിക് കണ്ടിൻജൻറ്റ്. അപ്പോൾ ലാർജസ്റ്റ് എവർ കണ്ടിൻജൻറ്റ് ഓഫ് 84 പ്ലെയേഴ്സ് ആണ് അപ്കമിങ് പാരീസ് പാരാ ഒളിമ്പിക്സ് ഗെയിംസിൽ ഈ വർഷം ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്നത്. പാരാ ഒളിമ്പിക് ഗെയിംസ് എന്ന് പറയുന്നത് 28th of this month മുതൽ 8th of September 2024 വരെയാണ് നടക്കുന്നത്. അപ്പോൾ 47 അത്ലറ്റ്സ് ഫസ്റ്റ് ടൈമാണ് ടേക്കിംഗ് പാർട്ട് ഇൻ ദിസ് ഗെയിംസ്. നെക്സ്റ്റ്, സ്മൃതി മന്ദാന മൂവ്സ് ടു 3rd in ICC ODI റാങ്കിങ്സ്. അപ്പോൾ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള സ്മൃതി മന്ദാന ICC ODI റാങ്കിങ് ഫോർ വുമണിൽ 3rd പൊസിഷനിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ മന്ദാന എന്ന് പറയുന്നത് ഒരു ടോപ്പ് റാങ്ക്ഡ് ഇന്ത്യൻ ബാറ്ററാണ്. 50 over ഫോർമാറ്റിൽ. സ്കിപ്പർ ഹർമപ്രീത് കൗറാണ് 9th പൊസിഷനിൽ. ഓക്കെ, മന്ദാന എന്ന് പറയുന്നത് 4th സ്പോട്ടിലായിരുന്നു 2020 റാങ്കിങ്സിലേക്ക് വന്നത്. നെക്സ്റ്റ്, സയൻറ്റിസ്റ്റ് സീക്വൻസ് ലാർജസ്റ്റ് ആനിമൽ ജീനോം ഇൻ ലങ് ഫിഷ് സ്റ്റഡി. അപ്പോൾ സൗത്ത് അമേരിക്കൻ ലങ് ഫിഷ് ഒരു എക്സ്ട്രാ ഓർഡിനറി ക്രീച്ചറാണ്. ഇൻ സം സെൻസ് ഒരു ലിവിങ് ഫോസിലാണ്.
ഇത് ഒരു സ്ലോ മൂവിങ് സ്റ്റാഗ്നന്റ് വാട്ടേഴ്സിൽ ആണ് കാണുന്നത്. മെയിനായിട്ട് ബ്രസീൽ, അർജന്റീന, പെറു, കൊളംബിയ, വെനിൻസുല, ഫ്രഞ്ച് കെനിയ, പരഗ്വേ പോലുള്ള സ്ഥലങ്ങളിലാണ് ഇതിനെ കാണാൻ പറ്റുക. അപ്പോൾ സൗത്ത് അമേരിക്കൻ ലങ് ഫിഷ് എന്ന് പറയുന്നത് ഏകദേശം 1.25 മീറ്റേഴ്സ് ലോങ്, അത്രയും ലെങ്ത്തിൽ അത് റീച്ച് ചെയ്യും. അപ്പോൾ ഈ ഫ്രഷ് വാട്ടർ സ്പീഷീസ് ലെപ്പിഡോസൈറൻ പാരഡോക്സ എന്നാണ് അതിൻ്റെ പേര്. അതിന് മറ്റൊരു ഡിസ്റ്റിങ്ഷൻ ഉള്ളത്, ഇതിലാണ് ലാർജസ്റ്റ് ജീനോം ഉള്ളത്. അതായത് ഓൾ ദ ജനറ്റിക് ഇൻഫർമേഷൻ ഓഫ് എൻ ഓർഗാനിസം, അതാണ് ജീനോം എന്ന് പറയുന്നത്. അപ്പോൾ ലാർജസ്റ്റ് ജീനോം ഉള്ള എർത്തിലവരെയും ഒരു അനിമലാണ് ഈ ഒരു ഫ്രഷ് വാട്ടർ സ്പീഷ്യസ് ലെപ്പിഡോസൈറൻ പാരഡോക്സ എന്ന് പറയുന്നത്. അപ്പോൾ സയൻറ്റിസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ ജീനോം സീക്വൻസ് ചെയ്തു. എന്നിട്ട് ഹ്യൂമൻ ജനറ്റിക് ബ്ലൂ പ്രിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീനിനേക്കാളും 30 ടൈംസ് സൈസ് കൂടുതലാണ് ഇതിൻ്റെ ജീനോമിന്. അപ്പോൾ ഇത് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു ബോൾ ഓഫ് യാൺ പോലെ ഇരിക്കും. അതിൻ്റെ ലെങ്ത് ഓഫ് DNA എന്ന് പറയുന്നത് ഏകദേശം ഓൾമോസ്റ്റ് 60 മീറ്റേഴ്സ് ആണ്. നമ്മുടെ ഹ്യൂമൻ ജീനോമിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നീളം 2 മീറ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. നെക്സ്റ്റ് JGU ടു എസ്റ്റാബ്ലിഷ് ഇന്ത്യസ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം. അപ്പോൾ ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് 75th ആനിവേഴ്സറി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ പേര് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അക്കാദമി ദ റൈറ്റിംഗ്സ് ആൻഡ് ഫ്രീഡംസ് മ്യൂസിയം എന്നുള്ളതാണ്. ഇത് November 26, നമുക്കറിയാം November 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ്. അന്നാണ് ഇത് JGUവിൻ്റെ ക്യാമ്പസിൽ വെച്ച് ഇനാഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷനെ ഷോക്കേസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ലിവിങ്, ബ്രീത്തിങ് ആൻഡ് ഗ്രോയിങ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ്. അതിനെ ഷോക്കേസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ മ്യൂസിയം. നെക്സ്റ്റ് RGIA ക്ലിഞ്ചസ് ബെസ്റ്റ് എയർപോർട്ട് അവാർഡ് ഫോർ 3rd കോൺസിക്യൂട്ടീവ് ഇയർ. ഇത് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ് RGIA എന്ന് പറയുന്നത്, ഹൈദരാബാദിലാണ്. 3ാമത്തെ പ്രാവശ്യവും ഇന്ത്യ ട്രാവൽ അവാർഡ്സിൽ ബെസ്റ്റ് എയർപോർട്ട് എന്നുള്ള കാറ്റഗറിയിൽ അവാർഡ് ഇവർക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഹൈദരാബാദ് എയർപോർട്ട് എന്ന് പറയുന്നത് ബെസ്റ്റ് എയർപോർട്ട് അവാർഡ് ആവുന്നത് ആ ഒരു പൊസിഷൻ 3ാം തവണയാണ് അവർ സെക്യൂർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇന്ത്യ ജപ്പാൻ പാക്ട് ഫോർ ഫസ്റ്റ് ഗ്രീൻ അമോണിയ എക്സ്പോർട്ട് സൈൻഡ്. ഇപ്പോൾ ഇന്ത്യ ACME ഗ്രൂപ്പും ജപ്പാനിലെ IHI കോർപ്പറേഷനും കൂടി ചേർന്നിട്ട് ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡീലാണ് സൈൻ ചെയ്തിരിക്കുന്നത്. സപ്ലൈ ഓഫ് 0.4 മില്യൺ മെട്രിക് ടൺസ് പെർ ആനം ഓഫ് ഗ്രീൻ അമോണിയ ഫ്രം ഒഡീഷ ഇന്ത്യ ടു ജപ്പാൻ. ഇന്ത്യയിൽ നിന്ന് അത് ജപ്പാനിലേക്ക് കയറ്റി അയക്കാം. അപ്പോൾ ഈ അഗ്രിമെൻ്റ് മനോജ് ഉപാധ്യായ് ACME ഗ്രൂപ്പിൻ്റെ ഫൗണ്ടറും ചെയർമാനുമായിട്ടുള്ള അദ്ദേഹവും IHIൻ്റെ പ്രസിഡന്റ് ആൻഡ് CEO ആയിട്ടുള്ള ഹിരോഷി ഇഡയും തമ്മിലാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ലോങ് ടൈം പാർട്ണർഷിപ്പാണ്. പ്രൊഡക്ഷൻ, ലോജിസ്റ്റിക്സ്, സപ്ലൈ ഓഫ് ഗ്രീൻ അമോണിയ ഫോർ ഡൈവേഴ്സ് ഇൻഡസ്ട്രീസ് ഇൻ ജപ്പാൻ, അൾട്ടിമേറ്റ്ലി എമിഷൻ കുറയ്ക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് കർണാടക ലീഡ്സ് നേഷൻ വിത്ത് 5765 പബ്ലിക് EV ചാർജിങ് സ്റ്റേഷൻസ്. 5765 ചാർജിങ് സ്റ്റേഷൻസ് ആണ് കർണാടകയിലുള്ളത്, മെയിനായിട്ട് പബ്ലിക് EV ചാർജിങ് സ്റ്റേഷൻസ്. അപ്പോൾ ഹയസ്റ്റ് നമ്പർ പബ്ലിക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻസ് ഉള്ള കൺട്രിയിൽ ഒരേ ഒരു സ്ഥലം കർണാടകയാണ്. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ആണ് റിപ്പോർട്ട് പറയുന്നത്. 85% ഓഫ് ഈ സ്റ്റേഷൻസും ബാംഗ്ലൂർ അർബൻ ഡിസ്ട്രിക്റ്റ് ആണ്, ബാംഗ്ലൂരിലാണുള്ളത്. അപ്പോൾ ഈ ഡാറ്റ പറയുന്നത് കർണാടക എന്ന് പറയുന്നത് ഫസ്റ്റ്, സെക്കൻഡ് വരുന്നത് മഹാരാഷ്ട്ര, 3rd ഉത്തർപ്രദേശ്, ദെൻ 4th ഡൽഹിയാണ്. അപ്പോൾ കർണാടക EV പോളിസി 2017 ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് കർണാടകയായിരുന്നു. ഈ ഗവൺമെൻറ് 35 crore റുപ്യ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് 100 EV ചാർജിങ് സ്റ്റേഷൻസ് ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാനും തീരുമാനിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 23rd August ഇന്റർനാഷണൽ ഡേ ഫോർ ദ റിമംബറൻസ് ഓഫ് ദ സ്ലേവ് ട്രേഡ് ആൻഡ് ഇറ്റ്സ് അബോളിഷൻ. സ്ലേവ് ട്രേഡും അതിൻ്റെ അബോളിഷനായി റിമംബർ ചെയ്യുന്ന ഒരു ഡേ ആണ് 23rd August എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഹൈത്തി ആൻഡ് ഗോറി ഐലൻഡ് ഇൻ സെനഗലിലാണ്. ഓക്കെ, നെക്സ്റ്റ് 23 August എന്ന് പറയുന്നത് യൂറോപ്യൻ ഡേ ഓഫ് റിമംബറൻസ് ഓഫ് വിക്ടിംസ് ഓഫ് സ്റ്റാലിനിസം ആൻഡ് നാസിസം. നാസിസത്തിൻ്റെയും സ്റ്റാലിനിസത്തിൻ്റെയും വിക്ടിംസിനെ റിമംബർ ചെയ്യുന്ന ഒരു ഡേയും കൂടെയാണ് 23rd August. 2nd April 2009 യൂറോപ്യൻ പാർലമെൻറ്റ് ഈ ഒരു ഡേ ഒബ്സർവ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്തത്. മൊളോട്ടോവ് റിബൻട്രോപ്പ് പാക്ട് ഓഫ് 23 August 1939. നാസി ജർമ്മനി ആൻഡ് ദ സോവിയറ്റ് യൂണിയൻ ഹാസ് ഡിവൈഡഡ് യൂറോപ്പ് ഇൻ ടു സ്ഫിയേഴ്സ് ഓഫ് ഇൻട്രസ്റ്റ്. അവരുടെ ഇൻട്രസ്റ്റ് വെച്ച് അവർ യൂറോപ്പിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു ഡേ നമ്മൾ എല്ലാ വർഷവും 23rd August കമംപ്ലീറ്റ് ചെയ്യുന്നത്. നാഷണൽ സ്പേസ് ഡേ 2024 അത് എല്ലാ വർഷവും August 23 ഇന്ത്യ ആദ്യമായിട്ട് മൂണിൽ ലാൻഡ് ചെയ്ത 4ാമത്തെ കൺട്രി ആയിട്ട് മാറിയ ഒരു ഡേ ആണ്.
മെയിനായിട്ട് സദേൺ പോളാർ റീജിയനിൽ ഒരു ഡേ ആണ് നമ്മൾ ഈ ഒരു നാഷണൽ സ്പേസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതൊരു ലാൻഡ്മാർക്ക് അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജിയാണ് August 23 നാഷണൽ സ്പേസ് ഡേ ആക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യ ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ടച്ചിങ് ലൈവ്സ് വൈൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് സാഖ എന്നുള്ളതാണ്. അപ്പോൾ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലാനറ്ററി സിസ്റ്റം നോമൻക്ലേച്ചർ അപ്രൂവ് ചെയ്ത സ്റ്റാറ്റ്യൂ ശിവ് ശക്തി എന്ന് പറയുന്ന ഒരു ലാൻഡിംഗ് സൈറ്റാണ് ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറിന്റെ സൈറ്റിന് കൊടുത്ത പേര്. ഈ നൈമിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ശിവ് ശക്തി എന്ന് പറഞ്ഞാൽ നാച്ചുറലിന്റെ മസ്കുലൈൻ ഫെമിനൈൻ ഡ്യുവാലിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്ട്രെങ്ത്, റെസൊല്യൂഷൻ, അതുപോലെ ഇന്ത്യയുടെ ഡൈവേഴ്സ് കൾച്ചറൽ എൻവയോൺമെന്റുമായിട്ടൊരു ഡീപ്പ് കണക്ഷൻ കൊടുക്കുന്ന ഒരു പേരായിരുന്നു. നെക്സ്റ്റ്, ചന്ദ്രയാൻ 3 റോവർ ഫൈൻഡിങ്സ് സജസ്റ്റ് ലയേർഡ് ക്രസ്റ്റ് ഫോർമേഷൻ ഓൺ മൂൺ. അപ്പോൾ ആൽഫ പാർട്ടിക്കൽ എക്സ്റേ സ്പെക്ട്രോമീറ്റർ ചന്ദ്രയാൻ 3 റോവറിലുള്ളതാണ്. അതൊരു ടോപ്പ് സോയിൽ കമ്പോസിഷൻ അനലൈസ് ചെയ്തപ്പോഴാണ് ഈ ഒരു ഡിസ്കവറി നടത്തിയത്. ഡിസ്കവറി എന്ന് പറയുന്നത് ലൂണാർ സർഫസിൽ മോൾട്ടൺ മാഗ്മ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു എവിഡൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സോയിൽ കമ്പോസിഷൻ എന്ന് പറയുന്നതിൻ്റെ അൺഎക്സ്പ്ലോർഡ് റീജിയനിൽ ഒരു 2 ടൈപ്സ് ഓഫ് റോക്സ് ഉണ്ട്. ഒന്ന് മാഗ്മയിൽ നിന്നുള്ളതും മറ്റേത് ഡീപ്പർ ലൂണാർ ലെയേഴ്സിൽ നിന്നുള്ളതും. അപ്പം മൂൺ എന്ന് പറയുന്നത് ലാർജ് ആസ്ട്രോയിഡ്സ് എർത്തുമായി കൂട്ടിയിടിച്ചപ്പോൾ ഉണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. അത് 4.2 to 4.3 ബില്യൺ ഇയേഴ്സ് അഗോ ആണ് ഉണ്ടായത്. അപ്പോൾ ഏർലി സ്റ്റേജസിലെ മൂൺ എന്ന് പറയുന്നത് ഓഷ്യൻ ഓഫ് മാഗ്മ ആയിരുന്നു. അപ്പോൾ ഇത് കൂൾ ചെയ്ത് ഹെവിയർ മിനറൽസ് ആയിട്ടുള്ള ഒലീവിൻ, പൈറോക്സിൻ ഒക്കെ സാങ്ക് ചെയ്ത് മൂണിൻ്റെ ഇന്നർ ലെയറിലേക്ക് പോയി. ലൈറ്റർ മിനറൽസ് ആയിട്ടുള്ള കാൽഷ്യം, സോഡിയം ഒക്കെ ഔട്ടർ ലെയറിലേക്ക് വരികയും ചെയ്തു എന്നാണ് തിയററ്റിക്കലി നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ലാൻഡർ ചന്ദ്രയാൻ 3യുടെ ലാൻഡർ ഉണ്ട്, വിക്രമൻ റോവർ. പ്രഗ്യാൻ മെയ്ഡ് ദ ഹിസ്റ്റോറിക് സോഫ്റ്റ് ലാൻഡിങ്. അത് 2023 August 23 ലൂണാർ സൗത്ത് പോളിൽ അവർ സോഫ്റ്റ് ലാൻഡ് ചെയ്തിരുന്നു. നെക്സ്റ്റ്, ഖേലോ ഇന്ത്യാസ് അസ്മിത യോഗാസന ലീഗ് ടു ബിഗിൻ ഇൻ ബീഹാർ. ഖേലോ ഇന്ത്യാസ് അസ്മിത യോഗാസന ലീഗ് ഈസ്റ്റ് സോണിൻ്റെ ബീഹാറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പാർലിപുത്ര സ്പോർട്സ് കോംപ്ലക്സ് ഇൻ പട്ന. അപ്പോൾ 3 ഡേ ഈസ്റ്റ് സോണൽ ലീഗ് എന്ന് പറയുന്നത് 24 ഓഗസ്റ്റിന് കൺക്ലൂഡ് ആകും. ബീഹാർ, ജാർഖണ്ഡ്, അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര, സിക്കിം, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ ഇത്രയും സ്റ്റേറ്റ്സ് ആണ് ഈസ്റ്റ് സോണിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അണ്ടർ 17 റെസ്ലിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് റൊണാക് ദാഹിയ വിൻസ് ബ്രോൺസ്. ഇപ്പോൾ റൊണാക് ദാഹിയ എന്ന് പറയുന്നത് 110 kgയുടെ ഗ്രെക്കോ റോമൻ കാറ്റഗറി അണ്ടർ 17 വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ നേടിയിരിക്കുകയാണ്. റൊണാക് ഇപ്പോൾ വേൾഡിലെ 2nd റാങ്ക്ഡ് ആണ്. വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് അമ്മാൻ, ജോർദാനിലാണ് നടന്നത്. നെക്സ്റ്റ്, അഹാന ജോർജ്, അന്നയ ബവസാർ ആൻഡ് ഗുഞ്ചാൻ മാന്ത്രി സെലക്ട് ഇൻ ഫിഫ 3x3 അണ്ടർ 18 ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പ്. അപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഡോക്ടർ മൻസുഖ് മണ്ഡാവിയാണ് അഹാന ജോർജിനെയും അനിയ ബാവസറിനെയും ഗുഞ്ചാൻ മാന്ത്രിനെയും അദ്ദേഹം കൺഗ്രാജുലേറ്റ് ചെയ്യുണ്ടായി. അദ്ദേഹത്തിന് ഇവർ 3 പേരും ഫിബ 3x3 അണ്ടർ 18 ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പ് 2024 സെലക്ഷൻ കിട്ടി. ഈ ടൂർണമെൻറ്റ് ഡെബ്രക്കൻ ഹംഗറിയിൽ വെച്ചിട്ട് 26 ഓഗസ്റ്റിനാണ് നടക്കാൻ പോകുന്നത്. നെക്സ്റ്റ്, റിയോലാങ് അപ്പോയിന്റഡ് അസിസ്റ്റന്റ് റഫറി ഫോർ 8th ഫിഫ അണ്ടർ 17 വുമൻസ് വേൾഡ് കപ്പ്. വേൾഡ് ഫുട്ബോൾ ഗവേണിംഗ് ബോഡി ആയിട്ടുള്ള ഫിഫ മേഘാലയയുടെ റിഹ്ലാങ് ദാറിനെ അണ്ടർ 17 വുമൻസ് വേൾഡ് കപ്പിൽ അസിസ്റ്റന്റ് റഫറി ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലാണ് നടക്കാൻ പോകുന്നത്. നെക്സ്റ്റ്, ഉത്തരാഖണ്ഡ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ലോഞ്ച് എ ഗ്രോസ് എൻവയോൺമെന്റ് പ്രൊഡക്റ്റ് ഇൻഡെക്സ്. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് ഗ്രോസ് എൻവയോൺമെന്റ് പ്രൊഡക്റ്റ് ഇൻഡെക്സ് പുറത്തിറക്കുന്ന എക്കോസിസ്റ്റം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് വേൾഡിലെ തന്നെ ആദ്യത്തെ സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഹിമാലയൻ എൻവയോൺമെന്റ് സ്റ്റഡീസ് കൺസർവേഷൻ ഓർഗനൈസേഷൻ ആണ് ഗ്രോസ് എൻവയോൺമെന്റ് പ്രൊഡക്റ്റ് ഇൻഡെക്സിന്റെ ക്രിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 4 പില്ലേഴ്സ് ആണ് ഗ്രോസ് എൻവയോൺമെന്റ് പ്രൊഡക്റ്റ് ഇൻഡെക്സിലുള്ളത്: എയർ, സോയിൽ, ട്രീ ആൻഡ് വാട്ടർ. Next, to prevent underage marriages, Assam government approves bill to abolish Muslim marriages, Divorce Registration Act and rules. Assam cabinet compulsory registration of Muslim marriage and divorce bill 2024 approve ചെയ്തിരിക്കുകയാണ്. ഇതുവഴി മുസ്ലിംസിന് മാരേജസ് രജിസ്റ്റർ ചെയ്യണം, ഡൈവേഴ്സസും ഗവൺമെൻറ്റിൽ മാൻഡേറ്ററി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇത് ക്വാസീസിൻ്റെ റോള് ഈ പ്രോസസ്സിലുള്ളത് എലിമിനേറ്റ് ചെയ്യുകയാണ്. ഇത് ചൈൽഡ് മാരേജസിനെ കർബ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു അജണ്ട എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മധ്യപ്രദേശ് ബിക്കംസ് ഫസ്റ്റ് സ്റ്റേറ്റ് ടു നോട്ടിഫൈ റൂൾസ് ഫോർ സർവിംഗ് സമ്മൻസ് ആൻഡ് വാറൻസ് ഓൺലൈൻ.
സമൺസും വാറൻസും ഒക്കെ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഇലക്ട്രോണിക് മെത്തേഡിൽ ഇമെയിൽ വഴിയൊക്കെ മെസ്സേജ് വഴിയൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ജുഡീഷ്യൽ പ്രോസസ്സ് ഇവർ അംഗീകരിച്ചിരിക്കുകയാണ്. മധ്യപ്രദേശാണ് ഇത് ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മധ്യപ്രദേശ് ഇലക്ട്രോണിക് പ്രോസസ് റൂൾസ് 2024 പ്രകാരം ആണ് ഇത് അവർ അംഗീകരിച്ചത്. അപ്പോൾ ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കൺട്രിയിൽ ഒരു പുതിയ ലോയെ സാങ്ഷൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023. അപ്പോൾ ജുഡീഷ്യൽ പ്രൊസീജിയേഴ്സ് ആക്സിലറേറ്റ് ചെയ്യാനും ലീഗൽ പ്രൊസീഡിങ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ നടത്താൻ ഇതുവഴി സാധിക്കും. നെക്സ്റ്റ്, പ്രസിഡന്റ് ദ്രൗപദി മുർമു കൺഫേഴ്സ് നാഷണൽ ജിയോ സയൻസ് അവാർഡ് ടു 21 ജിയോ സയന്റിസ്റ്റ്. നാഷണൽ ജിയോ സയൻസ് അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് 2023 പ്രൊഫസർ ധിരാജ് മോഹൻ ബാനർജിക്ക് കിട്ടി. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയിലെ ഒരു പ്രൊഫസറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ് കിട്ടിയത്. നാഷണൽ യങ് ജിയോ സയന്റിസ്റ്റ് അവാർഡ് 2023 കിട്ടിയത് ഡോക്ടർ അശുതോഷ് പാണ്ഡേക്കാണ്. അദ്ദേഹം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ദ അമേരിക്കൻ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് ഹാസ് കൺഫേർഡ് ഇസ് പ്രസ്റ്റിഗ്യൂ ഡിസ്റ്റിങ്യൂഷ്ഡ് മെൻറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ലക്നൌവിലുള്ള ഒരു അദ്ദേഹമാണ്, അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ ആനുവൽ നാഷണൽ അവാർഡ് എന്ന് പറയുന്നത് 3 കാറ്റഗറിയിലാണ് വരുന്നത്. നാഷണൽ ജിയോ സയൻസ് അവാർഡ് ഫോർ ലൈഫ് ടൈം അച്ചീവ്മെന്റ്, നാഷണൽ യങ് ജിയോ സയന്റിസ്റ്റ് അവാർഡ്, നാഷണൽ ജിയോ സയൻസ് അവാർഡ്. അപ്പോൾ യൂണിയൻ മിനിസ്ട്രി ഓഫ് മൈൻസ് ആണ് ഈ നാഷണൽ ജിയോ സയൻസ് അവാർഡ് 1966 മുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇത് പിന്നീട് നാഷണൽ ജിയോ സയൻസ് അവാർഡ് എന്ന് 2009 ഇതിൻ്റെ പേര് ചേഞ്ച് ചെയ്തു. നെക്സ്റ്റ്, Cognizant appoints Rajesh Warrier as head of Global OPS CMT India. Cognizant August 21, 2024 രാജേഷ് വാരിയറിനെ ഗ്ലോബൽ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് ഇഫക്റ്റീവ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ തീരുമാനിച്ചു. അഡീഷണലി അദ്ദേഹം ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഇൻ ഇന്ത്യ ആണ്. ഓക്കെ, ഇപ്പോൾ രാജേഷ് നമ്പ്യാർ ഈ കോഗ്നിസെൻറ്റിൽ നിന്ന് ലീവ് ചെയ്യുകയാണ്. അദ്ദേഹം നാസ്കോമിൻ്റെ പ്രസിഡന്റ് ആകാൻ പോവുകയാണ്. അതിന് പകരമാണ് രാജേഷ് വാരിയർ വരുന്നത്. In a first, Forest Department launches lesser florican census in Kutch. അപ്പോൾ ലെസർ ഫ്ലോറിക്കൻ സെൻസസ് 2024 എന്ന് പറയുന്നത് ഗുജറാത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആദ്യമായിട്ട് ലെസർ ഫ്ലോറിക്കൻസിന്റെ കച്ച് ഗ്രാസ് ലാൻഡ്സിൽ കാണുന്ന ഒരു തരം പക്ഷിയാണ് ഈ ലെസർ ഫ്ലോറിക്കൻസ് എന്ന് പറയുന്നത്. അവരുടെ പോപ്പുലേഷൻ എസ്റ്റിമേറ്റ് ചെയ്യാനാണ് ആദ്യമായിട്ട് ഈ സെൻസസ് നടത്തുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 150 ഫോറസ്റ്റ് സ്റ്റാഫ്സും NGO വോളണ്ടിയേഴ്സും ബേർഡ് വാച്ചേഴ്സും ഒക്കെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവർ ലാലാപുതിയ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് സാങ്ച്വറിയും ബാന്നിയുടെയും അതുപോലെ ഈ ഒരു ഭാഗത്താണ് കവർ ചെയ്യുന്നത്. ഇതെല്ലാം ഏഷ്യയിലെ ലാർജസ്റ്റ് ഗ്രാസ് ലാൻഡ്സ് ഉള്ള സ്ഥലങ്ങളാണ്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പോപ്പുലേഷൻ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ while population estimation of lesser florican is regularly conducted in Blackbuck National Park, this is the first time it is being done in Kutch, which is unique for hosting 3 bustard species, Great Indian bustard, lesser floricans and Hombara bustards together. അപ്പോൾ ഇതാദ്യമായിട്ടാണ് കച്ചിൽ ഇത് സംഘടിപ്പിക്കുന്നത്. ഇതിനു മുൻപ് ബ്ലാക്ക് ബക്ക് നാഷണൽ പാർക്കിൽ ഇത്തരത്തിൽ ലെസർ ഫ്ലോറിക്കൻസിനെ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. ആദ്യമായിട്ടാണ് ഈ കച്ച് റീജിയനിൽ ഇത് കൊണ്ടുവരുന്നത്. കാരണം കച്ചിൻ്റെ പ്രത്യേകത അവിടെ 3 തരത്തിലുള്ള ബസ്റ്റാർഡ് സ്പീഷീസും ഉണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡും ഉണ്ട്, ലെസർ ഫ്ലോറിക്കനും ഉണ്ട്, ഹോംബറ ബസ്റ്റാർഡ്സും അവിടെ ഉണ്ട്. നെക്സ്റ്റ്, അമൂൽ ടോപ്സ് ഗ്ലോബൽ ഫുഡ് ബ്രാൻഡ് റാങ്കിങ്സ് ഇൻ 2024. അപ്പോൾ അമൂൽ എന്ന് പറയുന്നത് വേൾഡിലെ സ്ട്രോങ് ഫുഡ് ബ്രാൻഡാണ്. BSI സ്കോർ പ്രകാരം 91/100 ആണ്. AAA+ ആണ് അവരുടെ റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ഗ്ലോബൽ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് റിപ്പോർട്ട് 2024 പ്രകാരമാണ് ഇവർക്ക് ടോപ്പ് റാങ്കിങ് കിട്ടിയത്. അപ്പം നെസ്ലെ എന്ന് പറയുന്നത് മോസ്റ്റ് വാല്യുബിൾ ഫുഡ് ബ്രാൻഡ് എന്നുള്ളൊരു പേര് കിട്ടി. ആൻഡ് ലീഡ് ഇൻ സസ്റ്റൈനബിൾ പെർസ്പെഷൻസ് വാല്യൂ. കൊക്കക്കോള നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് സെക്ടറിൽ ടോപ്പായി. വാലിയോ എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡയറി ബ്രാൻഡായിട്ട് എമർജ് ചെയ്തു. നെക്സ്റ്റ്, എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ലോഞ്ച്ഡ് AI ഫേഷ്യൽ റെക്കഗ്നീഷൻ ടൂൾ ഫേസ് മാച്ച്. അപ്പോൾ എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് ഒരു ഫേസ് മാച്ച് എന്ന് പറയുന്ന ഒരു AI ഫേഷ്യൽ റെക്കഗ്നീഷൻ ടൂള് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതൊരു പുതിയ സെക്യൂരിറ്റി ഫീച്ചറാണ്. കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ട്സ് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇത് സഹായിക്കുക. അപ്പോൾ ഈ ഫീച്ചർ അഡ്വാൻസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫേഷ്യൽ റെക്കഗ്നീഷൻ വെരിഫിക്കേഷൻസ് ഒക്കെ അതിലൊക്കെയുള്ള വേരിയസ് ത്രെട്ടൊക്കെ ഇവിടെ ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. എയർടെൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ MDയും CEOയും അനുബ്രാത്ത ബിസ്വാസ് ആണ്. നെക്സ്റ്റ്, പ്രസിഡന്റ് ദ്രൗപദി മുർമു കൺഫേംസ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ അറ്റ് രാഷ്ട്രീയ ഭവൻ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീമതി ദ്രൗപദി മുർമു രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ 2024 അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ അവാർഡ് സെറമണി രാഷ്ട്രപതി ഭവനിലെ കാന്താര മണ്ഡപിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എഡിഷൻ ഓഫ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ 33 അവാർഡ്സ് ആണ്.
ഡിസ്റ്റിങ്ഷ്ഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾക്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിനായിട്ട് 4 കാറ്റഗറീസിൽ നിന്ന് ആണ്. വിഖ്യാൻ രത്ന, വിഖ്യാൻ ശ്രീ, വിഖ്യാൻ യുവ, വിഖ്യാൻ ടീം. അപ്പോൾ വിഖ്യാൻ രത്ന അവാർഡ് എന്ന് പറയുന്നത് ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊവൈഡ് ചെയ്ത സയൻറ്റിസ്റ്റുകൾക്കാണ് കൊടുക്കുന്നത്. ഇത് പ്രൊഫസർ ഗോവിന്ദരാജൻ പത്മനാഭനാണ് പ്രസന്റ് ചെയ്തത്. ഇദ്ദേഹം മോളിക്കുലർ ബയോളജിയിലെയും ബയോടെക്നോളജി റിസർച്ചിലെയും ഒരു പൈനിയറാണ്. വിഖ്യാൻ ശ്രീ അവാർഡ് 13 സയൻറ്റിസ്റ്റുകൾക്ക് കൊടുത്തു. റെസ്പെക്റ്റീവ് ഡൊമൈൻസിൽ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള റിസർച്ച് കൊണ്ടുവന്നവർക്കാണ് ഈ അവാർഡ് കൊടുത്തത്. വിഖ്യാൻ യുവ എന്ന് പറയുന്നത് 18 സയൻറ്റിസ്റ്റുകൾക്കാണ് നൽകിയത്. വിഖ്യാൻ ടീം അവാർഡ് അതൊരു ടീം ഓഫ് 3 അല്ലെങ്കിൽ മോർ സയൻറ്റിസ്റ്റിനാണ് കൊടുക്കാറ്. ശരിക്കും ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിൽ ഗ്രൗണ്ട് ബ്രേക്കിംഗ് റിസർച്ച് കോൺട്രിബ്യൂഷൻ നടത്തിയവർക്കാണ് കൊടുക്കുന്നത്. ചന്ദ്രയാൻ 3 പുറകിൽ വർക്ക് ചെയ്ത ടീമിന്, അതുപോലെ ചന്ദ്രയാൻ 3 ലാൻഡിങ്ങിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കൊക്കെയാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്തത്. നെക്സ്റ്റ്, യൂണിയൻ മിനിസ്റ്റർ ഗിരിരാജ് സിംഗ് പ്രസൻസ് ഹാൻഡിക്രാഫ്റ്റ് എക്സ്പോർട്സ് അവാർഡ്. അപ്പോൾ ഈ അവാർഡ് എന്ന് പറയുന്നത് ഹോണറബിൾ മിനിസ്റ്റർ ടോപ്പ് എക്സ്പോർട്ട് അവാർഡ് ഫോർ 2019-20 2021 എന്നുള്ള രീതിയിൽ ആ ഒരു വർഷത്തെയാണ് കൊടുത്തത്. ഇത് CL ഗുപ്ത എക്സ്പോർട്ട് ലിമിറ്റഡ്, അംറോഹ, ഉത്തർപ്രദേശിലാണ് അവാർഡ് കിട്ടിയത്. ഇതിന് സീനിയർ ആൻഡ് വെറ്ററൻ ആയിട്ടുള്ള എക്സ്പോർട്ടർ മിസ്റ്റർ മുസാഫർ ഹുസൈന് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡും നൽകുകയുണ്ടായി. ഹാൻഡിക്രാഫ്റ്റ് എക്സ്പോർട്ട് 2023-24 ഏകദേശം 32,759 crore റുപ്പീസാണ്. റുപ്പി ടേമിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 9.13% ഗ്രോത്ത് ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, INP മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് ലോഞ്ചസ് ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 1. ഇപ്പോൾ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററാണ് അശ്വിനി വൈഷ്ണവ്. ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 1 എന്ന് പറയുന്ന ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ന്യൂഡൽഹിയിൽ വെച്ച്. ഇത് വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സബ്മിറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ക്രിയേറ്റർ എക്കണോമി എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹു പ്രസൻറ്റഡ് ദ ഫസ്റ്റ് നാഷണൽ ക്രിയേറ്റർ അവാർഡ്സ്. അദ്ദേഹം നാഷണൽ ക്രിയേറ്റർ അവാർഡ്സും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സബ്മിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആണ് നടക്കുന്നത്. ഈ ഗ്ലോബൽ സബ്മിറ്റിനകത്ത് November 20 to 24 ഗോവയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇത് പ്രൈം മിനിസ്റ്ററിൻ്റെ വിഷണറി ഉണ്ട്, അതായത് ഡിസൈൻ ഇന്ത്യ ഡിസൈൻ ഫോർ ദ വേൾഡ് എന്ന് പറയുന്ന വിഷൻ. അപ്പോൾ അത് 78th ഇൻഡിപെൻഡൻസ് ഡേ അഡ്രസ്സ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് വരുന്നത്. നെക്സ്റ്റ്, ദ ആരംഭ് പ്രോഗ്രാം ലോഞ്ച്ഡ് ഇൻ പഞ്ചാബ് എയിംസ് അറ്റ് എൻഹാൻസിങ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഒരു ചിൽഡ്രൻസിൽ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി മെയിനായിട്ട് അംഗനവാടി സെൻറ്റേഴ്സിൽ ഫോക്കസ് ചെയ്തിട്ടാണ് നടത്തുന്നത്. ഇവിടെ പ്രീ ലിറ്ററസി, പ്രീ ന്യൂമറസി, സോഷ്യൽ ഇമോഷണൽ ഫൈൻ, ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ബേസിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ പാരൻസിനും എഡ്യൂക്കേറ്റേഴ്സിനും ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യും, ഹോമിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ്. അതുപോലെ പ്ലേ ബേസ്ഡ് ലേണിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. പാരൻസിൻ്റെയും അംഗനവാടി വർക്കേഴ്സിൻ്റെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുന്ന രീതിയിലുമാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാരൻസിനും എഡ്യൂക്കേറ്റേഴ്സിനും സ്റ്റേറ്റ് കരിക്കുലത്തിൽ ഈസി ഇംപ്ലിമെൻറ്റേഷൻ ഹോമിൽ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, നീരജ് ചോപ്ര ഫിനിഷസ് സെക്കൻഡ് ഇൻ മെൻസ് ജാവലിൻ ത്രോ ഇവൻറ്റ് അറ്റ് ജോസന്നി ഡയമണ്ട് ലീഗ് 2024. അപ്പം ആൻഡേഴ്സൺ പീറ്റേഴ്സ് ഓഫ് ഗ്രിനാഡയാണ് പുതിയൊരു മീറ്റ് റെക്കോർഡ് ഉണ്ടാക്കി, 90.61 മീറ്റർ, വൈൽ ഫസ്റ്റ് പ്ലേസ് കിട്ടി. ജൂലിയൻ വെബ്നർ ജർമ്മനിക്ക് തേർഡ് കിട്ടി, 87.08 ആസ് പെർ ദ ഒളിമ്പിക്സിൻ്റെ ഒരു ഇത് പ്രകാരം. ഓക്കെ, ICC to get new female director as Indra Nuyi's 6-year term ends. ഇപ്പോൾ ചെയർമാൻ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് പെപ്സിക്കോ ആണ്. 2006 മുതൽ 2018 വരെയായിരുന്നു ഇവർ. അപ്പോൾ ICCക്ക് പുതിയൊരു ഡയറക്ടർ കിട്ടുവാണ്, ഫീമെയിൽ ഡയറക്ടർ. നെക്സ്റ്റ്, 90 foot tall bronze statue of Lord Hanuman becomes new landmark in Texas. അപ്പോൾ ടെക്സാസിൽ 90 അടി ഹൈറ്റുള്ള ഒരു ബ്രോൺസ് സ്റ്റാച്യു ലോർഡ് ഹനുമാൻ്റെ സ്ഥാപിച്ചിരിക്കുകയാണ്. സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്നാണ് അവിടെ അത് അറിയപ്പെടുന്നത്. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ 3rd ടോളസ്റ്റ് സ്റ്റാച്യു ആണിത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ന്യൂയോർക്കിലാണ് ഫസ്റ്റ് വരുന്നത്, ഏറ്റവും ഹൈറ്റിലുള്ളത്. അതുപോലെ പെഗാസസ് ആൻഡ് ഡ്രാഗൺ സ്റ്റാച്യു ഇൻ ഫ്ലോറിഡ. 3rd ഈ സ്റ്റാച്യു ഓഫ് യൂണിയൻ ലോർഡ് ഹനുമാൻ്റെയാണ് വരുന്നത്. വിച്ച് ഈസ് ദ ടോളസ്റ്റ് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ ആൻഡ് ദ ടോളസ്റ്റ് ഇൻ ടെക്സസ്. ടെക്സാസിലെ ടോളസ്റ്റ് ആണ്, ഇന്ത്യക്ക് പുറത്ത് ടോളസ്റ്റ് ആണ്. അതുപോലെ ശ്രീ ചിന്നജിയാർ സ്വാമിജിയാണ് ഈ ഒരു വിഷൻ പ്രൊജക്റ്റ് കൊണ്ടുവന്നത്. പത്മഭൂഷൺ അവാർഡിയാണ് അദ്ദേഹം. റിനോഡ് ആയിട്ടുള്ള ഒരു വേദിക് സ്കോളറാണ് അദ്ദേഹം നോർത്ത് അമേരിക്കയിലെ ഒരു സ്പിരിച്വൽ ലീഡറാണ്. അദ്ദേഹമാണ് ഈ ഒരു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത്.
നെക്സ്റ്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്സ് യൂണിഫൈഡ് പെൻഷൻ സ്കീം ഫോർ ഗവൺമെന്റ് എംപ്ലോയീസ്. ഇതൊരു സിഗ്നിഫിക്കൻറ്റ് മൂവ് ആണ്. ശരിക്കും റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഗവൺമെന്റ് എംപ്ലോയീസിനെ എൻഹാൻസ് ചെയ്യിക്കുന്ന ഒരു പരിപാടിയാണ്. യൂണിയൻ ക്യാബിനറ്റ് സാറ്റർഡേ ആണ് ഈ ഒരു യൂണിഫൈഡ് പെൻഷൻ സ്കീം അപ്രൂവ് ചെയ്തത്. ഈ സ്കീം പ്രകാരം ഏകദേശം 23 lakh ഗവൺമെന്റ് എംപ്ലോയീസിനാണ് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. ഇത് നാഷണൽ പെൻഷൻ സ്കീമിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ഒരു പെൻഷൻ സ്കീമാണ്. നെക്സ്റ്റ്, ഇന്ത്യ ഡെൻമാർക്ക് ലോഞ്ച് സ്മാർട്ട് ലബോറട്ടറി ഫോർ ക്ലീൻ റിവർ ഇനീഷ്യേറ്റീവ്. ഇപ്പോൾ എൻവയോൺമെന്റ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഇന്ത്യയും ഡെൻമാർക്കും തമ്മിലുണ്ട്. അവരാണ് ഈ സ്മാർട്ട് ലബോറട്ടറി ഓൺ ക്ലീൻ റിവേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത്. വരുണ റിവറിനെ റീസ്റ്റോർ ചെയ്യാനാണ് ഈ പ്രൊജക്ട് തുടങ്ങി വെച്ചിരിക്കുന്നത്. ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് 16.8 കോടി രൂപ ഇന്ത്യയിലെ ജൽശക്തി മിനിസ്ട്രിയിൽ നിന്നും അഡീഷണൽ ഒരു 5 കോടി രൂപ ഡെൻമാർക്കിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.